കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രി സമയം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഭരണിക്കാവ് പ്രദേശത്ത് കടന്നു വരുവാൻ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ഇന്നത്തെ ദിവസം രാത്രിയിൽ ദൈവവചനവുമായി നിങ്ങളുടെ നടുവിലായിരിക്കാൻ എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഞാനും എൻ്റെ കൂടെയുള്ള സഹോദരൻ ഞങ്ങൾ ഒരുമിച്ച് പറയുകയായിരുന്നു, കർത്താവിനെ ഉയർത്താൻ കിട്ടുന്ന ഓരോ അവസരവും അതെത്ര വിലപ്പെട്ടതാണ്. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? എൻ്റെ മുമ്പിലിരിക്കുന്നവർ, നിങ്ങളുടെ ഹല്ലേലൂയയിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നെങ്കിൽ നമ്മുടെ സ്തോത്രത്തിലൂടെ ഈ ദേശത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് പ്രാർത്ഥനയുടെയും സ്തുതിയുടെയും ശബ്ദ തരംഗങ്ങളാണ് വരുന്നതെങ്കിൽ ഈ നിസ്തുല്യനായ യേശുവിനെ ഉയർത്തുവാനും ആരാധിപ്പാനും ഈ ഒരുക്കപ്പെട്ട മൈതാനത്ത് നമുക്ക് കൂടി വരുവാൻ കർത്താവ് ഒരു അവസരം തന്നല്ലോ, അതിനുള്ള ആരോഗ്യം തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ അറിയിപ്പാനായി കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന ആത്മീക സന്ദേശത്തിലേക്ക് ഞാൻ പോവുകയാണ്. ആദ്യം 2 വാക്യങ്ങളാണ് വായിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങളും 12-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങളും. ഈ 2 ടെക്സ്റ്റ്, സമയം നമ്മുടെ മുമ്പിൽ വളരെ പരിമിതമാണെങ്കിലും ഈ 2 വാക്യങ്ങളും ഞാൻ വായിക്കാൻ തുടങ്ങുകയാണ്. ബൈബിളുള്ള എല്ലാവരും ബൈബിൾ തുറന്ന് ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. യേശുവിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ്. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. 12-20 വാക്യം. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവരന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിൽ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഈ വാക്യങ്ങൾക്കായി ഒന്ന് സ്തോത്രം ചെയ്യാമോ? 4-ാമത്തെ സുവിശേഷകൻ യോഹന്നാൻ അപ്പോസ്തലൻ ചില പ്രത്യേകതകൾ തനിക്ക് ഉള്ള വ്യക്തിയാണ്. ഒരുപക്ഷെ ഏറ്റവും അവസാനമായി എഴുതുന്ന പുതിയ നിയമത്തിലെ പുസ്തകമാണ് ഈ യോഹന്നാന്റെ സുവിശേഷം. AD 90 എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ മരണം, അടക്കം, പുനരുത്ഥാനം, സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് ഏകദേശം 60 വർഷം കഴിഞ്ഞു. പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം തന്നെ എഴുതി കഴിഞ്ഞു. മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷകർ എല്ലാം എഴുതി കഴിഞ്ഞു. പ്രായമുള്ള വയോധികനായ യോഹന്നാന് പ്രായമുള്ള അവസ്ഥയിൽ 90 വയസ്സ് അടുപ്പിച്ച് കാണും. അതിനോട് സമീപമായ ഒരു പ്രായം. തന്റെ മനസ്സിലൊരു വലിയ ഭാരം. എന്തിന്റെ ഭാരമാണെന്ന് ചോദിച്ചാൽ ആൾക്കാർ പറയുന്നുണ്ടായിരിക്കും, സുവിശേഷം തന്നെ 3 എഴുതിയിട്ടില്ലേ? മത്തായിയുടെ സുവിശേഷം എഴുതിയിട്ടുണ്ട്, മർക്കോസ് എഴുതിയിട്ടുണ്ട്, ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. യേശു ദൈവപുത്രനാകണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സുവിശേഷങ്ങൾ മാത്രമല്ല, ഈവൻ പൗലോസിന്റെ ലേഖനങ്ങളും എഴുതിയിട്ടില്ലേ? മനസ്സിലാക്കേണ്ടവർക്കൊക്കെ മനസ്സിലാക്കാം യേശുവിനെ കുറിച്ച്, യേശുവിന്റെ നിസ്തുല്യതയെ കുറിച്ച്, യേശുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച്. ഈ പ്രായത്തിൽ ഇനി നീ എഴുതേണ്ട കാര്യമുണ്ടോ? ഇതാരാ ഈ വ്യക്തി? യോഹന്നാൻ എന്ന വ്യക്തി ആരാണ്? ആരാ ഈ യോഹന്നാനെ വിളിച്ചത് യേശുവിന്റെ ശിഷ്യനാകാൻ? മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലാണ് ആ സംഭവം കാണുന്നത്. 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അവിടെ നിന്നും അല്പം മുന്നോട്ട് ചെന്നപ്പോൾ, വാസ്തവത്തിൽ എന്നെ ചിന്തിപ്പിക്കുന്നത്, യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ അന്ത്രയോസ് പത്രോസിനെ വിളിക്കുന്നത് താൻ എഴുതുന്നുണ്ട്, ഫിലിപ്പോസ് നഥനിയേലിനെ വിളിക്കുന്നത് താൻ എഴുതുന്നുണ്ട്. സ്വന്തം കാര്യം വിളി താൻ എഴുതുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മർക്കോസിലേക്ക് പോകേണ്ട വരുന്നത്. എങ്ങനെയാ യോഹന്നാനെ താങ്കളുടെ മുൻ സമൂഹം വിട്ട് ഈ നസ്രയത്തുകാരനായ യേശുവിന്റെ പിറകെ വരാൻ എന്താ കാര്യം? എന്താ സംഭവിച്ചത്? നിൽക്കുന്നിടത്ത് എന്താ സൗഖ്യമില്ലാത്തത് കൊണ്ടാണോ ഈ യേശുവിന്റെ പുറകെ താങ്കൾ പോകാൻ വന്നത്?
യേശു തങ്ങൾക്ക് എന്തെങ്കിലും വാഗ്ദത്തം ചെയ്തായിരുന്നോ? ബെനിഫിറ്റ് വല്ല? മൂവാറ്റുപുഴയ്ക്കടുത്ത് ഞാൻ ഈ കഴിഞ്ഞിടയിൽ ഒരു ദിവസം നിന്നപ്പോൾ ഒരു സ്നേഹിതൻ വന്ന് യാദൃശികമായി പരിചയപ്പെട്ടപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുക, ബൈബിള് പഠിപ്പിക്കുക. ഓഹോ, പെന്തിക്കോസ്തിലാ അല്ലേ? ഞാൻ പറഞ്ഞു, അതെ. ഒത്തിരി ബെനിഫിറ്റ് കാണും അല്ലേ? ഞാൻ പറഞ്ഞു, എന്താ അർത്ഥമാക്കിയത്? അല്ല, വിദേശത്തൊക്കെ പോകാമായിരിക്കുമല്ലോ. പൊതുവെ നാട്ടിലെ പലരുടെയും ചിന്ത, പെന്തിക്കോസി വാ, നമുക്ക് വിദേശത്ത് വാ, നമുക്ക് പൈസ ഉണ്ടാക്കാം, പുത്തനുണ്ടാക്കാം. യോഹന്നാനെ, എന്തിനാ നിങ്ങൾ യേശുവിന്റെ പുറകെ വന്നത്? യേശു നിനക്ക് ധനമോഹങ്ങളെ വല്ലം വാഗ്ദത്തം ചെയ്തായിരുന്നോ? മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം, എന്റെ വാക്കുകൾ ചേർക്കാതെ ആ വാക്യം ഞാൻ വായിച്ചു വിടട്ടെ. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. യോഹന്നാനെ, എന്തിന് നീ പടക് വിട്ടു? എന്തിന് നീ അപ്പനെ വിട്ടു? നിന്റെ അപ്പനെ വിട്ട്, നിന്റെ ചാർച്ചക്കാരെ വിട്ട്, നിന്റെ പ്രൊഫഷൻ വിട്ട് എന്തിന്? 60 വർഷം മുമ്പ് AD 30 ഈ നസ്രയത്തുകാരനായ തച്ചന്റെ മകനല്ലേ എന്ന് പറഞ്ഞ യേശുവിന്റെ പുറകെ നീ പോയത് എന്തിന്? അല്ല, ഒന്നുകൂടെ ചോദിക്കാം, നീ പോയിട്ട് എന്ത് കിട്ടി? നിനക്ക് എന്ത് കിട്ടി? 90-ാം വയസ്സിൽ 60 വർഷം നീ വിശ്വാസിയായി ജീവിച്ചു. നിന്റെ ആവേശം എന്താ? എന്ത് കിട്ടിയതിന്റെ വെളിച്ചത്തിലാ നീ ഈ 21 അധ്യായങ്ങൾ സുവിശേഷം എഴുതുന്നത്? ഇന്നിവിടെ യോഹന്നാൻ ഉണ്ടായിരുന്നെങ്കിൽ മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ പറഞ്ഞേനെ. ആ ദിവസം ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. യേശു ഞങ്ങളെ നോക്കി, ഞാനും എൻ്റെ സഹോദരനും ഞങ്ങളുടെ പപ്പായുടെ കൂടെ വല നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ ഒരു റബിയ എന്ന് ആദ്യം ചിന്തിച്ചു. എന്നാൽ ആ മനുഷ്യന്റെ വാക്കുകളിൽ വ്യാപരിച്ച ദൈവത്തിന്റെ കൃപ ഇന്നെന്ന പോലെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ മത്സ്യം പിടിക്കാൻ അറിയാത്തത് കൊണ്ടല്ല ഞങ്ങൾ യേശുവിന്റെ പുറകെ പോയത്. പടകില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ യേശുവിന്റെ പുറകെ പോയത്. പടകുണ്ടായിട്ടും മത്സ്യങ്ങൾ ഉണ്ടായിട്ടും അത്യാവശ്യം ജീവിക്കാൻ മാർഗമുണ്ടായിട്ടും ഈ ലോകത്തിൽ കിട്ടാത്തത് എന്തോ ഈ വ്യക്തിക്ക് തരാനുണ്ടെന്ന തിരിച്ചറിവിൽ 60 വർഷം മുമ്പ് ഞങ്ങൾ ഇറങ്ങിയതാ. നിത്യജീവന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാ. ചോദിക്കണം, എന്തോ കിട്ടി സാറേ? എന്നിട്ട് 60 വർഷം കഴിഞ്ഞല്ലോ, എന്ത് കിട്ടി? യോഹന്നാൻ ഓർത്തെടുത്ത് പറയും, എന്റെ കൂടെ അന്നിറങ്ങി എന്റെ സഹോദരനാണ്. ആദ്യമായി അപ്പോസ്തലന്മാരിൽ ആദ്യം തല പോയത് എന്റെ സഹോദരൻ്റെതാ. 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ്. എന്നാൽ അപ്പോസ്തലന്മാരിൽ 12 പേരിൽ ആദ്യത്തെ രക്തസാക്ഷി എന്റെ സഹോദരനാ. അവനെ എനിക്ക് നഷ്ടപ്പെട്ടു. യോഹന്നാനെ, നിനക്ക് എന്ത് കിട്ടി? എനിക്കെന്റെ സഹോദരനെ നഷ്ടപ്പെട്ടു. വിധവയായി പോയി അവന്റെ ഭാര്യ, അവന്റെ കുഞ്ഞുങ്ങൾ അനാഥരായി പോയി. പിന്നെ നീ എന്തിനെഴുതണം? നിന്റെ 90-ാം വയസ്സിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. നീ എന്തിനെഴുതണം യോഹന്നാനെ? പ്രിയ ദൈവമക്കളെ, നമ്മുടെ സ്തുതിയും ആരാധനയും ഇരിക്കേണ്ടത് നമുക്ക് ഈ ലോകത്തിൽ കിട്ടിയ എന്തെങ്കിലും ഭൗതിക നന്മകളുടെ വെളിച്ചത്തിലല്ല. നമ്മുടെ ഉൾ മനുഷ്യനിൽ പാപ സ്വഭാവത്തെ ഡീൽ ചെയ്ത യേശുവിന്റെ സ്നേഹം ഓർക്കുമ്പോ, ഇതിനകത്ത് വന്നത് ഒരു നല്ല ജീവിതം ലഭിക്കാൻ വേണ്ടിയല്ല. പലപ്പോഴും ഇതിനകത്ത് വന്നവർക്ക് ചാർച്ചക്കാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നടുവിലും ഈ യേശു നല്ലവൻ എന്ന് വിളിച്ചു പറയുന്നത് രക്ഷയുടെ സന്തോഷം അറിഞ്ഞത് കൊണ്ടാണ്. ഓ, ഈ ആവേശമുള്ള യോഹന്നാൻ ഇന്നത്തെ ദിവസം രാത്രി ഞാൻ ഇവിടെ നിൽക്കുമ്പോ, കർത്താവേ, ഈ വലിയവനായ ദൈവത്തെ ഉയർത്തുവാൻ എനിക്കും ഒരു ഭാഗ്യം കിട്ടിയല്ലോ. ദൈവത്തിന് സ്തോത്രം.
യോഹന്നാനോട് ചോദിര്, എന്ത് കിട്ടി? എനിക്ക് എൻ്റെ സഹോദരനെ നഷ്ടപ്പെട്ടു. എന്നിട്ട് യോഹന്നാൻ പറയും, ഞങ്ങൾ 12 പേരായിരുന്നു. ഞങ്ങളുടെ കൂടെ നടന്നതിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ആള് യഹൂദക്കാരനായ യൂദസ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും വിദ്യാഭ്യാസം കണ്ട് വിശ്വസ്തരെന്ന് കണ്ട് ഞങ്ങളുടെ പൈസ എല്ലാം പുള്ളിയുടെ കയ്യിലാണ് കൊടുത്ത്. പക്ഷേ ഞങ്ങളുടെ അരുമനാഥനായ യേശുവിനെ ഒറ്റിക്കൊടുത്തവനായി യൂദസ് കാണപ്പെട്ടു. നമ്മൾ പിന്നെ ചോദിക്കാം, യോഹന്നാനെ നിനക്ക് നിരാശ വന്നില്ലേ? അപ്പം നിങ്ങളിലെ ഒരാൾ തന്നെ യേശുവിനെ ഒറ്റിക്കൊടുത്തപ്പോ യോഹന്നാൻ പറയും, ഒറ്റിക്കൊടുക്കുന്നവർ അനേകരുണ്ട്, ഞങ്ങളുടെ കൂടെ ഇറങ്ങിയവർ അനേകർ തിരികെ പോയി, എന്നാൽ നിത്യജീവന്റെ മൊഴി യേശുവിൽ ഉള്ളത് കൊണ്ട് ഞാൻ പോകുകയില്ല. ഭരണിക്കാവ് പ്രദേശത്തിൽ ഇവിടെ വന്നിരിക്കുന്ന വാത്സല്യ സഹോദരന്മാരെ, ദേശത്തിൽ നിന്നോ സമുദായങ്ങളിൽ നിന്നോ പീഡനങ്ങൾ അഴിച്ചുവിടുമ്പോ അതിന്റെ നടുവിൽ വിളിച്ചു പറയാമോ, യേശു നല്ലവൻ. യോഹന്നാന്റെ സാക്ഷ്യം തീർന്നില്ല. യോഹന്നാനോട് ചോദിക്കണം, എന്ത് കിട്ടി? 60 വർഷമായല്ലോ യേശുവിന്റെ പുറകെ പോയി, എന്ത് കിട്ടി? സഹോദരനെ നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ യൂദസിനെ കാണാനില്ല, ബാക്കി ആൾക്കാരെന്തിയെ? ബാക്കി എല്ലാവരും രക്തസാക്ഷികളായി ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. എന്തിയെ? പത്രോസിന് പേടിയായിരുന്നു മരിക്കാൻ. പെൺകുട്ടിയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞ പത്രോസ്, വയോധികനായ യോഹന്നാൻ പറയും, ഞാൻ ഓർക്കുന്നു അവനെ കൊല്ലുവാൻ വേണ്ടി ക്രൂശിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയപ്പോ അവൻ വിളിച്ചു പറഞ്ഞു, നാഥനെ പോലെ എന്നെ ക്രൂശിക്കരുതേ, എന്നെ തലകീഴായി ക്രൂശിക്കണമേ. അവിടെ കിടന്നുകൊണ്ട് നാഥന്റെ കാലിൽ ചുംബിച്ച് ഞാൻ മരിച്ചു കൊള്ളട്ടെ. എന്തിയെ യാക്കോബ് മരണപ്പെട്ടു, എന്തിയെ പത്രോസ് മരണപ്പെട്ടു, എന്തിയെ അന്ത്രയോസ് മരണപ്പെട്ടു. ചോദിക്ക്, യോഹന്നാനെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ ഫിലിപ്പോസ്, എന്തിയെ? അയ്യോ, ഫിലിപ്പോസിന്റെ കഥയോ, ഇത്ര നിഷ്കളങ്കനായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ഓർക്കുന്നു, കല്ലേറുകൊണ്ട് മരിച്ച ഫിലിപ്പോസും ആ ഓർമ്മ എന്റെ മുമ്പിലുണ്ട്. പിന്നെ നീ എന്തിനാണ് സുവിശേഷം എഴുതുന്നത്? നീ എന്തിനാ 21 അധ്യായങ്ങളിൽ യേശുവിനെ വർണ്ണിക്കുന്നത്? യേശുവിനെ വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ നൈമിഷികമായ അനുഗ്രഹങ്ങളുടെ വർണ്ണനയല്ല. യേശുവിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ, നമ്മള് ആരാധിക്കാനൊക്കെ മടിയുള്ളവരോട് പറയും, അയ്യോ, നേരത്തെ 30 വർഷം മുമ്പ് യേശുവിനെ അറിയാതെ ഇരുന്ന കാലത്ത് പാർത്ത വീട് ഓർക്കുന്നുണ്ടോ? നടന്നുപോയത് ഓർക്കുന്നുണ്ടോ? ഇന്ന് സൗകര്യമെല്ലാം തന്നില്ലേ? ഇനിയൊന്ന് സ്തോത്രം പറഞ്ഞേ. ഞാൻ പറയട്ടെ, കഴിഞ്ഞ ആഴ്ച കിട്ടിയ നന്മയോർത്തല്ല നമ്മൾ സ്തുതിക്കാൻ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ വാഹനങ്ങളുടെ ബ്രാൻഡിലല്ല നമ്മൾ സുവിശേഷം അറിയിക്കാൻ ഇരിക്കുന്നത്. സത്യ സുവിശേഷം എന്ന് പറയുന്നത് വണ്ടി വാങ്ങിക്കുന്ന കാര്യമല്ല. സത്യ സുവിശേഷം എന്ന് പറയുന്നത് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന കാര്യമല്ല. ഈ ലോകത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടുത്താത്ത ഒരു കാര്യം, നിത്യ രക്ഷ എന്റെ ഉള്ളിൽ തന്ന ലോക രക്ഷിതാവിനെ ഞാൻ ആരാധിക്കുന്നു. നിങ്ങളിൽ ചിലരോടുള്ള ദൂതുകളാണ് ഈ പ്രാരംഭ നിമിഷങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പീഡനങ്ങൾ ഈ കൺവെൻഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചിലരുടെ ജീവിതത്തിൽ വന്നേക്കാം. മനുഷ്യർ അതും ഇതും വിളിച്ചു പറഞ്ഞേക്കാം. ഇതുവരെ സ്നേഹത്തോടെ നിന്നവർ എതിർത്തേക്കാം. അതിന്റെ നടുവിൽ പറയണം, എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല, എനിക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല, എനിക്ക് ആരാധിപ്പാതിരിക്കാൻ കഴിയത്തില്ല. യോഹന്നാന്റെ ആവേശം മുഴുവൻ ഒന്നുകൂടെ നമ്മൾ ചോദിക്കുക, യോഹന്നാന്, വൈ ആർ യു റൈറ്റിംഗ് ദിസ് ഗോസ്പൽ? എന്തോ പറയുമെന്നറിയാമോ? എന്നെ നോക്കിയായിരുന്നു കൊല്ലാൻ, പക്ഷെ എന്നെ മാത്രം കൊല്ലാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ ജീവനോട് ഇരിക്കുന്നെങ്കിൽ ഒന്ന് യേശുവിനെ വർണ്ണിച്ചിട്ട് ഞാൻ ഇനി മരിക്കാം. കോവിഡൊക്കെ വന്നില്ലേ ദേശത്ത്? നമ്മുടെ സമപ്രായക്കാർ, എന്റെ അതേ പ്രായമുള്ള എത്ര ആൾക്കാർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു? നിങ്ങളുടെ അതേ പ്രായമുള്ളവർ, നമ്മളെക്കാട്ടിൽ ആരോഗ്യമുള്ളവർ, നമ്മളെക്കാട്ടിൽ ശക്തിമാന്മാർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടില്ലേ? നമ്മൾ ഇവിടെ ശേഷിക്കുന്നത് അവരെക്കാട്ടിൽ വിശുദ്ധരായിട്ടല്ല, ഒരൊറ്റ റീസൺ വേണ്ടിയാ. കുറച്ചുകൂടെ കപ്പ കഴിക്കാനല്ല, കുറച്ചുകൂടെ ചോറ് കഴിക്കാനല്ല, ഈ ജീവനുള്ള ദൈവത്തെ ഉയർത്താൻ.
ഈ ദേശം അറിയട്ടെ ജീവനുള്ള ഒരു ദൈവമുണ്ട്. ഈ ദേശം അറിയട്ടെ പാപം ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദേശം അറിയട്ടെ സമാധാനം തരുന്ന ഒരു ദൈവമുണ്ട്. യോഹന്നാൻ എഴുതുന്നത് ഒരു കാര്യവും വേറെ വാഗ്ദത്തം ചെയ്തോണ്ടല്ല. ഒന്നും വാഗ്ദത്തം ചെയ്യാനില്ല. എല്ലാം നഷ്ടപ്പെട്ടു. ഒരു രീതി പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു. യേശുവിന്റെ പുറകെ പോയിട്ട് എന്തോ കിട്ടി യോഹന്നാനെ? കിട്ടിയത് യേശുവിനെ കിട്ടി, നിത്യജീവൻ കിട്ടി. ഭൗതികമെല്ലാം തകർന്നു. അതിന്റെ നടുവിൽ ഇരുന്നോണ്ട് വയോധികൻ എഴുതി 1:17 ഒരു വലിയ വിപ്ലവകരമായ കാര്യം പറഞ്ഞു. 1:17 എന്താ പറയുന്നതെന്നറിയാം? ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. എന്തുവാ ഈ പറയുന്നത്? എന്താണെന്നറിയാം? ഒരു യഹൂദനാണ് ഈ എഴുതുന്ന യോഹന്നാൻ. യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ വലിയ പേരുകളുള്ള പലരുണ്ട്. ഒന്നാണ് അബ്രഹാം, വേറൊരാളാണ് മോശ, വേറൊരാളാണ് യാക്കോബ്. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം. മോശ എന്ന് പറഞ്ഞാൽ ഒരു ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവർ പറയും ഞങ്ങളും ദൈവവും തമ്മിലുള്ള മധ്യസ്ഥനാണ് മോശ. യോഹന്നാൻ, വൃദ്ധനായ യോഹന്നാൻ പറയുക, ഓ ഞാൻ ഈ കൂട്ടിലായിരുന്നു. ഏത് കൂട്ടിൽ? ഞാൻ സിനഗോഗിൽ പോകുമായിരുന്നു. ഞാൻ സിനഗോഗിൽ പോയി ബൈബിൾ പാരായണം കേൾക്കുമായിരുന്നു. ഞാൻ ഓർത്തത് മോശയാണ് എല്ലാമെന്ന്. പക്ഷേ അന്നത്തെ ദിവസം എന്റെ പടകിലിന്റെ അരികിൽ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞ ആള് കൂടെ നടന്നപ്പോ എനിക്ക് മനസ്സിലായി, മോശ ന്യായപ്രമാണം കൊണ്ടുവന്നെങ്കിൽ ഇതാ ഈ എന്റെ മുമ്പിൽ വന്ന യേശു, ആ യേശു മുഖാന്തരം കൃപയും സത്യവും എനിക്ക് കിട്ടി. യോഹന്നാനോട് ആൾക്കാർ ചോദിക്കും, തനിക്കെന്തുവാ? ആർ യു മാഡ്? ആർ യു ഓഫ് യുവർ ഹെഡ്? തലക്കകത്തൊന്നും ഇല്ലേ? ഈ സിനഗോഗും യെരുശലേം പള്ളിയും ഇതെല്ലാം നിൽക്കുമ്പോ, അന്നാസും കയ്യഫാവും മഹാപുരോഹിതന്മാരും നിൽക്കുമ്പോ നിനക്ക് എന്തുവാണോ നിന്റെ തലയ്ക്ക് പിടിച്ചേ? തലചായ്പാൻ ഇടമില്ലാത്ത ചാർച്ചക്കാര് തന്നെ ഇവന് ബുദ്ധിഭ്രമം ഉണ്ടെന്ന് പറയുന്ന യേശുവിന്റെ പുറകെ പാൻ നിനക്ക് ലജ്ജയില്ലേടാ? നാട്ടുകാരിൽ കുറെ പേര് വേർപെട്ട ആൾക്കാരെ കുറിച്ച് പറഞ്ഞത് ഇതല്ലേ? നമ്മളെ കുറിച്ച് പലരും പറഞ്ഞത്, അയ്യോ നാണമില്ലേ പോയി തുള്ളാൻ, നാണമില്ലേ പോയി കലക്കവെള്ളത്തിൽ മുങ്ങാൻ. എന്റെ വല്യപ്പച്ചനെ കുറിച്ച് കഴിഞ്ഞ ദിവസവും ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഒരു ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്നും കറതീർന്ന വിശ്വാസ പ്രമാണങ്ങൾ പാലിച്ചു വന്ന ആ കുടുംബത്തിൽ ഒറ്റ പെന്തിക്കോസ് യോഗത്തിന് പോയി കേട്ട ഒരു പ്രസംഗമാണ് തന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. താൻ തിരിച്ചു വന്ന് പറഞ്ഞത്, ഞാൻ എൻ്റെ സമൂഹത്തിൽ കേൾക്കാത്തത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു വലിയ പ്രകാശം, ഒരു വലിയ നിത്യജീവന്റെ ദൂത് ഞാൻ ആ പന്തലിൽ കേട്ടു. ഇനി ജീവിക്കുന്നെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. ഇനി ജീവിക്കുന്നെങ്കിൽ ഞാൻ ഹല്ലേലൂയ പറഞ്ഞ് ജീവിക്കും. തന്റെ ഭവനക്കാര് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് കയറിപ്പോയേക്കല്ലോ. എന്റെ പപ്പ ഓർത്തെടുക്കും പലപ്പോഴും 4 വയസ്സുള്ളപ്പോ എന്റെ പപ്പായുടെ കയ്യും പിടിച്ചോണ്ട് പ്രഭാതത്തിൽ വല്യപ്പച്ചൻ കൊടുത്ത കൽപ്പനയാണ്, രാവിലെ ആകാൻ നിൽക്കരുത്, നാട്ടുകാരുടെ മുമ്പിൽ നാണംകേടാ പെന്തിക്കോസിൽ പോയെന്ന് പറയാൻ. അതുകൊണ്ട് വെളുപ്പിനെ സൂര്യപ്രകാശം വരുന്നതിന് മുമ്പ് എന്റെ പപ്പായുടെ കയ്യും പിടിച്ചോണ്ട് വീട്ടിൽ നിന്നിറങ്ങിയ അപ്പച്ചന്റെ കൊച്ചുമകനാണ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യേശുവിന്റെ പുറകെ വന്നിട്ട് കിട്ടിയ ഒരു നന്മയുടെ, ഭൗതിക നന്മയുടെ കാര്യമല്ല ഞാൻ വിളംബരം ചെയ്യുന്നത്. ഞാൻ പറയുന്നത് യേശുവിന്റെ പുറകെ പോയത് കൊണ്ട് കിട്ടി. എന്ത് കിട്ടി? എനിക്ക് യേശുവിനെ കിട്ടി.
കഷ്ടങ്ങളും നിന്ദകളും പരിഹാസങ്ങളും വരുമ്പോ രോഗം വരത്തില്ല എന്നല്ല ബൈബിൾ പറയുന്നത്. രോഗം വന്ന് ICUവിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്തും അവിടെ ഇരിക്കാൻ ഒരിടം കിട്ടിയ അല്ല, നിന്നോണ്ട് തന്നെ യേശുപ്പച്ച എന്ന് വിളിക്കുമ്പോ അത് കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇതാ എനിക്ക് യേശുവിൽ കിട്ടിയത്. ഇന്ന് സുവിശേഷമെല്ലാം മാറിപ്പോയി. ഇന്ന് പലരും പറയുന്ന സുവിശേഷം യാക്കോബിന്റെ യോഹന്നാന്റെ പടകിന്റെ അവിടെ ചെന്നോണ്ട് ഇന്നത്തെ സുവിശേഷകരാന്ന് പറഞ്ഞേര്, ഒന്ന് വന്ന് യേശുവിനെ പരീക്ഷിച്ചു നോക്ക്, 10 ബോട്ടൂടെ വാങ്ങിക്കാം. എങ്ങനെയുണ്ടാ സുവിശേഷം? ഇന്നത്തെ ആൾക്കാർ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഇന്ന് നിനക്ക് 1 ബോട്ടല്ലേ ഉള്ളത്? എത്ര ഉണ്ട് ആനുവൽ വരുമാനം? 1 ലക്ഷം. യേശുവിനെ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. 1 കോടിയാക്കി മാറ്റുന്ന യേശു. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, അദാനിയുടെയും അംബാനിയുടെയും മണ്ഡലത്തിലൊക്കെ നമ്മളെ ചാടിപ്പിക്കുന്ന യേശു. പ്രിയ ദൈവമക്കളെ, ഭരണിക്കാവ് പ്രദേശ നിവാസികളെ, പന്തലിൽ ഇരിക്കുന്നവരെ, യേശുവിന് വാഗ്ദത്തം ചെയ്യാനുള്ളത് 10 ബോട്ടല്ല. യേശുവിന് വാഗ്ദത്തം ചെയ്യാനുള്ളത് ഒരു നല്ല ബിസിനസ് അല്ല. യേശുവിന് വാഗ്ദത്തം ചെയ്യാനുള്ളത് കൈ നിറയെ പണമല്ല. യേശുവിന് വാഗ്ദത്തം ചെയ്യാനുള്ളത് ജീവനുള്ള ദൈവവുമായി ഒരു ബന്ധം നിനക്ക് വാഗ്ദത്തം ചെയ്യുന്നു. കടം കയറുന്ന അവസ്ഥ വന്നാലും ലോക മനുഷ്യൻ പ്രത്യാശ ഇല്ലാത്തവനായി കാണപ്പെടുമ്പോ, ജീവിക്കാനുള്ള മാർഗം ഇല്ലാതെ വരുന്ന സമയത്തും സ്വർഗത്തിൽ എനിക്കൊരു പിതാവുണ്ടെന്നുള്ള തിരിച്ചറിവ് നിത്യജീവനുള്ള ഒരാൾക്ക് കിട്ടിയത്. യോഹന്നാൻ അങ്ങോട്ട് എഴുതുന്ന സന്തോഷം. മോശയിലൂടെ ന്യായപ്രമാണം വന്നു. അപ്പം ഇന്നത്തെ പലർക്കുമേ വചന ശുശ്രൂഷ തന്നെ പൊതുവെ താല്പര്യമില്ലാത്തതാ. ബഹളങ്ങളാണ് ഇഷ്ടം. ബഹളങ്ങൾ, സംഭവങ്ങൾ. ഞാൻ അവിടെ പോയപ്പോ അത് നടന്നു, ഇവിടെ പോയപ്പോ ഇത് നടന്നു. ഇതൊന്നുമല്ല സുവിശേഷം. 1:17 വചനം, തിയോളജി, വേദശാസ്ത്രം. യോഹന്നാൻ എന്ന വയോധികൻ ഒരു വേദശാസ്ത്രം പറയുക. ഞാൻ യേശുവിന്റെ പുറകെ വന്നത് ബോട്ട് വാങ്ങിക്കാനല്ല. ഞാൻ യേശുവിന്റെ പുറകെ വന്നത് പൈസ ഉണ്ടാക്കാനല്ല. ഞാൻ നിന്ന മതത്തിൽ ഇല്ലാത്തതെന്തോ ഈ യേശുവിൽ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ കൃപയും സത്യവും ഈ യേശുവിലുണ്ട്. പ്രിയ ദൈവമക്കളെ, ആ ഭാഗ്യം ലഭിച്ചവരാണോ ഈ പന്തലിൽ ഇരിക്കുന്നത്? കൃപയും സത്യവും നിറഞ്ഞവനായ യേശുവിനെ നമുക്ക് പരിചയപ്പെടാൻ ഒത്തതിനായി സ്തോത്രം. ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം ഇതാ കേട്ടോ. സുവിശേഷം കേട്ട് അനേകർ നമ്മുടെ ഇടത്തും വലത്തും ഇരുന്നപ്പോ, അവർ സുവിശേഷം കേട്ടിട്ട് പ്രതികരിക്കാതെ പോയപ്പോ, നമ്മൾ സുവിശേഷത്തോട് പ്രതികരിപ്പാൻ ഉൾക്കണ്ണിനെ തുറന്ന ദൈവത്തിനായി സ്തോത്രം. ഇത് വിവേകികൾക്ക് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ ദൈവത്തിനായി സ്തോത്രം. ഓ ജീസസ്. എന്നിട്ട് യോഹന്നാൻ 7 കാര്യങ്ങൾ ഓർത്തെടുക്കുക കേട്ടോ. കുറിവാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പാ ഞാൻ ഇത് പറയുന്നത്. കുറിവാക്യം വിപ്ലവകരമായ വാക്യമാ. 12:20 യോഹന്നാൻ ഓർത്തെടുത്ത് പറയുക, യേശുവിന്റെ പുറകെ പോയത് കൊണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. 6-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ താൻ ഓർത്തെടുത്ത് എഴുതുന്നു, യേശു പല പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞായിരുന്നു, ഞാനാണ് ജീവന്റെ അപ്പം. യോഹന്നാനെ എന്തുവാടേ അതിന്റെയൊക്കെ അർത്ഥം എന്താ? അയ്യോ, ഞാൻ ബോട്ടെ കിടന്ന് അധ്വാനിച്ചത് മുഴുവൻ കഴിക്കണം, ഉപജീവനം മാത്രമായിരുന്നു എന്റെ തലയിൽ. ഞാൻ ഓർത്തത് കുറെ പൈസ ഉണ്ടാക്കണം, കുറെ കഴിക്കണം, ജീവിക്കണം, സമാധാനത്തോടെ മരിക്കണം, പോകണം. യേശുവിന്റെ കൂടെ കൂടിയിട്ട് ഞാനൊരു കാര്യം മനസ്സിലായി, മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ഞാൻ യേശുവിന്റെ കൂടെ നടന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. യോഹന്നാൻ പറയും കേട്ടോ, ഒരു ദിവസം ഞാൻ അവന്റെ അടുത്തിരുന്നപ്പോ യേശു ഞങ്ങളെല്ലാം നോക്കി പറഞ്ഞു, എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും. യോഹന്നാനോട് ചോദിക്ക്, ക്ഷീണമില്ലേ ശരീരത്തിൽ?
യോഹന്നാനോട് ചോദിച്ച്, വിഷമമില്ലേ ഹൃദയത്തിൽ? വിഷമമുണ്ട്, യാക്കോബ് പോയി. വിഷമമുണ്ട്, അപ്പോസ്തലന്മാരെല്ലാം പോയി. എന്താ ഇന്നും സുവിശേഷം എഴുതുന്നത്? ആ അപ്പം എല്ലാ ദിവസവും എനിക്ക് കിട്ടുന്നുണ്ട്. പന്തലിലിരിക്കുന്ന വിശ്വാസി സമൂഹമേ, നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത് ഇഹലോകത്തിലെ അപ്പമല്ല. നല്ല ഭക്ഷണം മുമ്പിലുള്ളപ്പോ സ്തോത്രം. ഇനി ഭക്ഷണം ഇല്ലാതെ വന്നാലോ സ്തോത്രം. പൗലോസ് പറഞ്ഞ പോലെ സമൃദ്ധിയിലിരിപ്പാൻ എനിക്കറിയാം, ഞെരുക്കത്തിലിരിപ്പാനും എനിക്കറിയാം. എന്നിട്ട് അടുത്തൊരു വാക്ക് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. ഇന്നത്തെ ദിവസം രാത്രിയിൽ അപ്പത്തോടുള്ള ബന്ധത്തിൽ ഭാരപ്പെടുന്നവരാരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ കേൾക്കണമേ. എന്റെ ഉപജീവനം എന്തായി തീരും? എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായി തീരും? ഈ ഭാവിയെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലോട്ട് കൊടുത്ത് ഒരു കാര്യം മനസ്സിലാക്ക്, താങ്കൾ വന്നിരിക്കുന്നത് ജോലി തരുന്ന ഒരു കമ്പനി മാനേജറിന്റെ മുമ്പിലല്ല. താങ്കൾ വന്നിരിക്കുന്നത് ഒരു ബിസിനസ് ഓണറിന്റെ മുമ്പിലല്ല. താങ്കൾ വന്നിരിക്കുന്നത് ജീവന്റെ അപ്പമായ യേശുവിന്റെ അരികിലാ. ഈ ഭരണിക്കാവ് പ്രദേശത്തിന് ആവശ്യം അത്ഭുതക്രിയ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഭരണിക്കാവ് പ്രദേശത്തിന് ആവശ്യം അടുത്തൊരു മതമല്ല. ഭരണിക്കാവ് പ്രദേശത്തിന് ആവശ്യം ജീവന്റെ അപ്പമായ യേശുവിനെയാ. അല്ല, നിങ്ങൾ ഓർക്കുന്നത് എന്താ? 3 പകരം 4 നേരം സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാനുള്ളവർക്കെല്ലാം സമാധാനമുണ്ടെന്നാണോ നമ്മൾ കരുതുന്നത്? അങ്ങനെയാണെങ്കിൽ പേപ്പർ എടുക്കുമ്പോൾ ചില ആത്മഹത്യകൾ നമ്മളെ വേദനിപ്പിക്കത്തില്ലേ, ചിന്തിപ്പിക്കത്തില്ലേ? ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള വ്യക്തി, ഇത്രയും അസറ്റ് ഉള്ള വ്യക്തി നേരെ കെട്ടിടത്തെ എടുത്ത് താഴെ ചാടിയത്. ഇതെന്താ സാറേ ഇത്? എന്താ ഇതിന്റെ പ്രശ്നം? പണമല്ല പ്രശ്നം, പ്രശസ്തിയുടെ പ്രശ്നമല്ല ഇത്. പാപത്തിന്റെ സ്വഭാവം എന്താണെന്നറിയാമോ? എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, അകൃത്യങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെ എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ എഫേസ്യ ലേഖനം 4-ന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ജീവനുമായി അകന്നിരിക്കുന്ന അവസ്ഥയെ വിളിക്കുന്നതാണ് പാപം, പാപി. റോമാലേഖനം 3-ന്റെ 23 പറയുന്നത്, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. ഭരണിക്കാവ് പ്രദേശത്തുള്ള നിവാസികളെ, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയല്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം സുരക്ഷിതമില്ലാത്ത അവസ്ഥയല്ല. മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പാപമെന്ന പ്രശ്നമാണ്. ജീവനുള്ള ദൈവവുമായി ബന്ധമില്ലാതെ പാപത്തിലും അകൃത്യങ്ങളിലും മരിച്ചിരിക്കുന്ന അവസ്ഥ. 2-ാം അധ്യായം 11 എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, നമ്മൾ പ്രത്യാശയില്ലാത്തവരാണ്. ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധമില്ലാത്തവർ, ഈ ലോകത്തിൽ പ്രത്യാശ ഇല്ലാത്തവർ. അതാ യോഹന്നാൻ പറയുന്നത്, നഷ്ടപ്പെടേണ്ടതെല്ലാം നഷ്ടപ്പെട്ടിട്ടും നഷ്ടപ്പെടാത്തതായി ഒരു കാര്യം 90-ാം വയസ്സിൽ ഉള്ളത്, ജീവന്റെ അപ്പമായ യേശുവിനെ കിട്ടിയത് കൊണ്ട്, ജീവിപ്പിക്കുന്ന യേശുവിനെ കിട്ടിയത് കൊണ്ട്, മരണം പോലുള്ള സാഹചര്യം വരുമ്പോ അതിന്റെ നടുവിലും പാട്ടുപാടും. എന്ത് കണ്ടിട്ടാ? മരിക്കത്തില്ല എന്നുള്ള പേടിയിലല്ല കേട്ടോ, അതല്ല സുവിശേഷം. ഇന്ന് അങ്ങനെ പറയുന്നവർ പോലും ഉണ്ട്, മരണമില്ലാന്ന്. ഇമ്മോർട്ടാലിറ്റി കൾട്ട് എന്ന് പറഞ്ഞൊരു ഉപദേശം തന്നെയുണ്ട്. യേശുവിൽ വിശ്വസിച്ചാൽ മതി, മരിക്കത്തില്ല. തമിഴ്നാട്ടിലൊക്കെ വന്നു, കേരളത്തിലോട്ടും വരും അധികം താമസിക്കാതെ. ഇത്രയൊക്കെ വന്നെങ്കിൽ അതും വരും. എപ്പോഴാ മരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ വാ കൊണ്ട് പറയണം, ആ കഴിഞ്ഞു. പൗലോസ് പറഞ്ഞതുപോലെ, എന്റെ നിര്യാണകാലം അടുത്തു എന്ന് വാ കൊണ്ട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പൗലോസ് മരിക്കത്തില്ലായിരുന്നെന്ന് അവർ പഠിപ്പിക്കുന്നത്. എങ്ങനെ ഉണ്ട് ഉപദേശം? ഇതല്ല സുവിശേഷം. നിനക്ക് ജീവിക്കേണ്ട അത്രേ നീ ജീവിച്ചോണം, അതല്ല സുവിശേഷം. വേറൊരാളുടെ ഭവനത്തിൽ വരുന്നത് പോലെ ആംബുലൻസ് നമ്മുടെ വീട്ടിലും വരും.
വേറൊരാൾക്ക് രോഗം വരുന്നത് പോലെ നമുക്കും വന്നേക്കാം. ഭക്തന്മാർ വിളിച്ചു പറഞ്ഞത് രോഗം വരത്തില്ല എന്നല്ല, രോഗശയ്യയിൽ എൻ കൂടെ ഇരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ഭക്തന്മാർ വിളിച്ചു പറഞ്ഞത്, ബൈബിൾ പറയുന്നത് മരിക്കത്തില്ല എന്നല്ല, എന്റെ ദേഹം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും കർത്താവിന്റെ വലിയ ദിവസത്തിൽ, കർത്തൃകാഹളം മുഴങ്ങുന്ന ദിവസത്തിൽ, കർത്താവ് താൻ ഗംഭീര നാദത്തോട് വരുന്ന ദിവസത്തിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുന്ന ആ സുവിശേഷത്തിന്റെ പ്രത്യാശ. ഇപ്പം മനസ്സിലായോ എന്താ 90-ാം വയസ്സിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടും സുവിശേഷം എഴുതാൻ കാര്യം? തന്റെ അകത്തൊരു വിത്ത് വീണു. അത് മനുഷ്യന്റെ വിത്തല്ല, അത് ജീവന്റെ അപ്പമായ യേശുവിന്റെ വിത്താണ്. എന്നിട്ട് താൻ ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് അടുത്തൊരു കാര്യം പറയുക. 8-ാം അധ്യായം 12-ലുമുണ്ട് 9-5-ലുമുണ്ട്. യേശു പറഞ്ഞൊരു വാക്ക് താൻ ഓർത്തെടുത്ത് പറയുക, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ജീവൻ വേണമെങ്കിൽ വെളിച്ചം വേണം, വെളിച്ചത്തിലെ ജീവൻ വസിക്കത്തുള്ളൂ. ലൈറ്റ് എന്നുള്ളത് ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ്. വെളിച്ചത്തെ കുറിച്ച് 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, 17 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, വെളിച്ചം ഈ ലോകത്തിൽ പ്രകാശിച്ചു. പക്ഷേ മനുഷ്യരുടെ പ്രശ്നം എന്താ? അവർക്ക് ഇരുട്ടിനെയാ ഇഷ്ടം. കാരണം വെളിച്ചത്തിലോട്ട് വന്ന പെട്ടെന്ന് നമ്മുടെ അധർമ്മ പ്രവൃത്തികളെല്ലാം വെളിവരും. നമുക്ക് ഓർമ്മയില്ലേ, ഈ കയ്യാലപ്പുറത്തൊക്കെ കല്ലിന്റെ കീഴെ പഴുതാരയും ക്ഷുദ്രജീവികളും ഒക്കെ ഇരിക്കും. പെട്ടെന്ന് കല്ലങ്ങോട്ട് മാറ്റിയാൽ ഒരു ഓട്ടം കാണാം. പഴുതാരയും പല്ലിയും അതും ഇതും എല്ലാം കൂടെ ഓടുന്നത് എങ്ങോട്ടാ? അടുത്ത ഇരുട്ടിന്റെ കീഴിലോട്ട് കയറാൻ. യോഹന്നാൻ പറയുക, ഞാനും യാക്കോവും അപ്പനും ഞങ്ങളെല്ലാരും യഹൂദ മതത്തിലായിരുന്നു. ഞങ്ങൾ അവിടെ പോയി കുറെ ക്രിയകൾ ചെയ്യും, യാഗങ്ങൾ ചെയ്യും. ഞങ്ങൾ ഓർത്തു ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല, കാരണം അബ്രഹാം ഞങ്ങളുടെ പിതാവാ, മോശ ഞങ്ങളുടെ നേതാവാ, അത്യാവശ്യം സമ്പത്തുണ്ട്, അത്യാവശ്യം ബിസിനസ് ഉണ്ട്, ഞങ്ങള് ദൈവരാജ്യത്തിൽ കാണുമെന്ന് ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, മത്തായിയുടെ സുവിശേഷം 3-ൽ യോഹന്നാൻ സ്നാപകന്റെ അടുക്കലോട്ട് പരീശന്മാർ വന്നപ്പോ യോഹന്നാൻ സ്നാപകനോട് തിരിച്ചു പറഞ്ഞ എന്താണെന്നറിയോ? അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് നിങ്ങൾ പറയരുത്. യോഹന്നാന്റെ സുവിശേഷം 5-39-40 യോഹന്നാൻ എഴുതുന്നു യഹൂദന്മാരെ കുറിച്ച്. ബൈബിള് ഭയങ്കര സ്റ്റഡിയാ. ബൈബിള് രാവും പകലും എല്ലാം പഠിക്കുക. പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളൂ, ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിന്റെ അടുക്കൽ വരാത്ത ഒരു ബൈബിൾ പഠനം. യോഹന്നാൻ വിളിച്ചു പറയും, ആ 90-ാം വയസ്സിൽ ഈ വയോധികൻ വിളിച്ചു പറയും, എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഒരു മതമല്ല, എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഒരു റിച്വൽ അല്ല, എന്തെങ്കിലും മതത്തിന്റെ ക്രിയയല്ല. യേശുവെന്ന വ്യക്തിയുടെ അടുക്കൽ വന്നപ്പോ, ആ പ്രകാശം എന്നിലോട്ട് അടിച്ചപ്പോ എന്റെ ജീവിതത്തിന്റെ കുറവിനെ തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടുവാൻ ദൈവം എന്നെ സഹായിച്ചു. പലപ്പോഴും നമ്മുടെ വേദികളിൽ കേൾക്കാത്ത സാക്ഷ്യമാണ് മാനസാന്തരത്തിന്റെ സാക്ഷ്യം. നമ്മൾ സാധാരണ കേൾക്കുന്നത് അത്ഭുത സാക്ഷ്യമാണ്. എന്തോ അത്ഭുത സാക്ഷ്യമാ? എല്ലാം തകർന്നു, ഇപ്പൊ എല്ലാം കിട്ടി, ഹല്ലേലൂയ സ്തോത്രം. പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷം എടുത്ത് വായിച്ചു നോക്കണം. സൗഖ്യമാക്കിയവരോടെല്ലാം യേശു പറയുന്നത് ഇത് ഒറ്റയാളോട് പറയരുതെന്ന്. എന്താ അങ്ങനെ കാര്യം? ഇന്ന് നമ്മൾ TV അങ്ങോട്ട് എടുത്തു നോക്കിയോ, യൂട്യൂബ് അങ്ങോട്ട് എടുത്തു നോക്കിയോ, എല്ലാരും വിളിച്ച് തിരക്കാം, ഒന്ന് മുന്നോട്ട് വന്നിട്ട് എന്തായിരുന്നു സഹോദരി പ്രശ്നം? ഇതായിരുന്നു പ്രശ്നം. എത്ര നാളായിട്ടുണ്ടായിരുന്നു? ഇത്ര നാളായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുറകെ നിൽക്കുന്ന ആള് പറയും, പറ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോഴാണ് നടന്നതെന്ന് പറ. ഇന്ന ആള് പ്രാർത്ഥിച്ചപ്പോ. നമ്മൾ എന്തുവാ ഈ മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ ശ്രമിക്കുന്നത്? യേശുവിന്റെ അടുക്ക വാ, എല്ലാം ശരിയാവും, ഇനി രോഗമൊന്നും വരത്തില്ല, ഇനി ക്ഷീണമൊന്നും വരത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് 4 വർഷം കഴിഞ്ഞിട്ടൊരു ഗ്രോത്ത് കാണുമ്പോ ചെവിയുടെ പുറകിലായിട്ടൊരു ഗ്രോത്ത്. അപ്പൊ ഇനി ഇതെങ്ങനെ നമുക്കിത് പറയാനൊക്കും? അപ്പൊ പറയും അത് നിന്റെ പാപം കൊണ്ടാണ്, അത് ഇതാണ് അതാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ. ബലഹീനത ശരീരത്തിൽ വരുമ്പോ സുവിശേഷം പറഞ്ഞത് രോഗമില്ലെന്നാ. രോഗം വരുമ്പോ
പ്രസംഗകൻ ഉൾപ്പെടെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രസംഗകനും രോഗം വന്നു, എന്തോ ചെയ്യും? അപ്പോഴാ മനസ്സിലാക്കേണ്ടത്, അത്ഭുത സാക്ഷ്യങ്ങൾ രോഗസൗഖ്യത്തെ കുറിച്ച് വിളിച്ചു പറഞ്ഞ് വിശ്വാസം ഉണ്ടാക്കുന്നതിനെക്കാട്ടി കൂടുതൽ വിശ്വാസം വരേണ്ടത് രോഗസൗഖ്യത്തിന്റെ കഥയിലല്ല. വിശ്വാസം വരേണ്ടത് കേൾവിയാൽ. എന്തിന്റെ കേൾവി? ദൈവ വചനത്തിന്റെ കേൾവിയാലാണ് വിശ്വാസം ഉണ്ടാകേണ്ടത്. വിശ്വാസം അത്ഭുത സാക്ഷ്യത്തിലല്ല ഉണ്ടാകേണ്ടത്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. എന്താ ദൈവത്തിന്റെ വചനം? ഈ വചനത്തിന്റെ അടുക്കലോട്ട് വന്നപ്പോ വെളിച്ചത്തിന്റെ അടുക്കലോട്ട് ഞാൻ വന്നു എന്നും ഞാൻ ആഗ്രഹിച്ചു പോവാ കേട്ടോ. നമ്മുടെയൊക്കെ കൺവെൻഷൻ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ. ഞാൻ പാപിയായ വ്യക്തിയായിരുന്നു, ഞാനൊരു പണക്കൊതിയനായിരുന്നു, പണത്തിന് വേണ്ടി ഏത് കള്ളയൊപ്പ് വിടുന്ന ആളായിരുന്നു, ഞാൻ വെറുക്കുത്തിൽ നടന്ന വ്യക്തിയായിരുന്നു, ഞാൻ വ്യഭിചാരത്തിലുള്ള ആളായിരുന്നു. എന്നാൽ യേശു എന്ന വെളിച്ചത്തിന്റെ അടുക്കലേക്ക് ഞാൻ വന്നപ്പോ എന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി നാടിന് കൊള്ളാത്തവനായി എന്നെ യേശു കൊള്ളാകുന്നവനായി തീർത്തു. അതല്ലേ സുവിശേഷത്തിന്റെ ശക്തി. അതാ യോഹന്നാൻ എഴുതുന്നത്. 90 വയസ്സുള്ള യോഹന്നാൻ എഴുതുന്നത്, എനിക്ക് കിട്ടി, എനിക്ക് ജീവന്റെ അപ്പമായ യേശുവിനെ കിട്ടി, വെളിച്ചമായ യേശുവിനെ എനിക്ക് കിട്ടി, മാനസാന്തരപ്പെടാൻ എനിക്ക് സാധിച്ചു. ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് നന്ദിയുള്ള ഹൃദയമുണ്ട്? മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ കഴിവിൽ ചെയ്യുന്ന ഒരു കാര്യമല്ല. മാനസാന്തരപ്പെടുവാൻ ദൈവത്തിന്റെ കൃപ വേണം കേട്ടോ. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രന്റെ അടുക്കൽ വരത്തില്ല. വെളിച്ചമാകുന്ന യേശുവിന്റെ അടുക്കൽ വരുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ഭാഗ്യത്തിനായി ഒന്ന് സ്തോത്രം ചെയ്യാം. ഇവിടെയുള്ള യങ്സ്റ്റേഴ്സിനോടെല്ലാം ഞാൻ ഓർപ്പിക്കട്ടെ, യേശുപ്പച്ചന്റെ അടുക്കൽ വന്നാൽ ജർമ്മനി പോയി പഠിക്കാമെന്നുള്ളതല്ല വാഗ്ദത്തം. ജർമ്മനി പോകുന്നത് പെന്തിക്കോസ്തുകാരും ദൈവമക്കളും മാത്രമല്ല, ഏത് മതയാളിനും ജർമ്മനി പാരൊക്കും. യേശുവിന്റെ അടുക്കൽ വന്നാ UK പോയി പഠിക്കാം, ഇതല്ല സുവിശേഷം. യേശുവിൽ വിശ്വസിക്കാത്തവരും UK പോകും. ഇന്ത്യയിൽ കഴിഞ്ഞിടയിൽ ഒരു കല്യാണം നടന്നു, അംബാനിയുടെ മോന്റെ കല്യാണം. എത്ര കോടിയാ മുടക്കിയത്? 5000 കോടി, 5000 crores. നമ്മൾ എണ്ണിയാൽ ജീവിതം മുഴുവൻ എണ്ണിക്കൊണ്ടിരിക്കും. 5000 കോടി ഉണ്ടാക്കാൻ യേശുവിനെ വേണോ? ആവശ്യമില്ല. പൈസ ഉണ്ടാക്കാനല്ല യേശുവിനെ വേണ്ടിയത്. പിന്നെ എന്തിനാ യേശുവിനെ വേണ്ടിയത്? ദാ പാപിയായ ഞാൻ വെളിച്ചത്തിന്റെ അടുക്ക വരുന്നു. എന്റെ മതത്തിന് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, എന്റെ മാതാപിതാക്കളുടെ ഉപദേശത്തിന് എന്നെ രക്ഷിക്കാൻ കഴിയുന്നില്ല. വരുന്ന കർത്താവേ, വെളിച്ചത്തിന്റെ അടുക്കൽ എന്റെ കുറവിനെ എന്നെ ഒന്ന് കാണിക്കണമേ. ആ വെളിച്ചം എന്നെ ഒന്ന് ശുദ്ധി ചെയ്യണമേ. അന്ന് പലസ്തീനിൽ അടിച്ച വെളിച്ചം ഇന്ന് രാത്രി ഈ പട്ടണത്തിൽ, ഈ ഭരണിക്കാവിൽ, ഈ പന്തലിൽ അടിക്കുന്നുണ്ട് കേട്ടോ. ഏത് രക്തക്കറ പോലുള്ള പാപത്തെയും ഹിമത്തോലെ വെളുപ്പിക്കാൻ കഴിയുന്ന യേശുവിന്റെ നിർദോഷമായ നിഷ്കളങ്കമായ പുണ്യാഹ രക്തം, ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി വ്യാപരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ ശക്തി, ഒരു അന്ധകാര ശക്തിക്കും ഒതുക്കാൻ കഴിയാത്ത വെളിച്ചത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഈ പന്തലിലുണ്ട്. ചില ദേശങ്ങളെ കുറിച്ച് ആൾക്കാർ പറയുന്നത് അന്ധകാരമാണ്, അന്ധകാരം പിടിച്ച ദേശമാണ്, അന്ധകാരം പിടിച്ച ദേശമാണ്. പക്ഷെ ഈ വെളിച്ചത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. യോഹന്നാൻ 1:4 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്ധകാരത്തിന്റെ നടുവിൽ വെളിച്ചം പ്രകാശിച്ചു, ഇരുളിനതിനെ പിടിച്ചടക്കാൻ സാധിച്ചില്ല. വിശ്വസിക്കാമോ? ഈ ദേശത്തോടുള്ള ബന്ധത്തിൽ ഈ പന്തലിൽ നിന്ന് ഒരു വലിയ പ്രകാശം ഈ ഗ്രൗണ്ടിൽ നിന്ന് ദേശത്തിലേക്ക് പോകട്ടെ. ഏത് മന്ത്രവാദി ശ്രമിച്ചാലും, ഏത് ആഭിചാരകൻ ശ്രമിച്ചാലും, ഏത് ക്ഷുദ്രപ്രയോഗക്കാരൻ ശ്രമിച്ചാലും പിടിച്ചൊതുക്കാൻ ഒക്കാത്ത വെളിച്ചത്തിന്റെ കിരണങ്ങൾ, അതിവേഗത്തിൽ ഓടുന്ന വെളിച്ചത്തിന്റെ കിരണങ്ങൾ, ശുദ്ധിയാക്കുന്ന വെളിച്ചത്തിന്റെ കിരണം. ഒരു നിമിഷം വിശ്വാസത്താൽ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാമോ? ആ വെളിച്ചം എന്നിലൂടെ ഈ ദേശത്തിലേക്കൊന്ന് ചെല്ലണമേ. അന്ധകാരം പിടിച്ച കുടുംബങ്ങളിലേക്ക് ഈ വെളിച്ചം ചെല്ലണമേ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. നിങ്ങളുടെ അയൽവക്കക്കാരിലേക്ക് ഈ വെളിച്ചത്തിന്റെ കിരണങ്ങൾ നിങ്ങളിലൂടെ അടുപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഞാൻ വിശ്വാസത്താൽ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. നിങ്ങളിൽ
രക്ഷയിലേക്ക് വരുവാൻ കർത്താവ് ഈ കുടുംബം കൂടെ ഞാൻ അനുഭവിക്കുന്ന യേശുവിന്റെ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഒന്ന് അറിഞ്ഞായിരുന്നേ കൊള്ളായിരുന്നെന്ന് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കുക. അവർ നിന്നോടൊപ്പം നിന്റെ പായിൽ വന്നിരിക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. എന്താ അതിന്റെ ഉറപ്പ്? വെളിച്ചം അടിക്കുന്നിടത്ത് ഇരുളിന് പിന്നെ പിടിച്ചു നിൽപ്പാൻ സാധിക്കത്തില്ല. ഈ ദേശത്തോടുള്ള ബന്ധത്തിൽ വിളിച്ചു പറ, വെളിച്ചം വരുന്നു. ഇരുട്ടിന് പിടിക്കാൻ ഒക്കാത്തൊരു വെളിച്ചം. പിന്നെയും ഞാൻ പറയട്ടെ, വെളിച്ചം വന്നിടത്താ യാക്കോബിന്റെ തല പോയത്, വെളിച്ചം വന്നിടത്താ പത്രോസിന്റെ തല പോയത്. വെളിച്ചമെന്ന് പറയുന്നത് തിന്മയൊന്നും വരത്തില്ല എന്നല്ല. വെളിച്ചമെന്ന് പറയുന്നത് ഏതവസ്ഥയിലും യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ എന്നെ നിലനിർത്തുന്ന ജീവന്റെ അപ്പവും വെളിച്ചവുമായ ക്രിസ്തു. വയോധികനായ യോഹന്നാൻ ഇങ്ങനെ എഴുതുക, എനിക്ക് എഴുതണം യേശുവിനെ കുറിച്ച്. എന്തുവാ? മോശ ന്യായപ്രമാണം കൊണ്ട് വന്നു, പക്ഷേ കൃപയും സത്യവും യേശു നിമിത്തം എനിക്ക് കിട്ടി. മതത്തിൽ കിട്ടാത്ത കൃപ എനിക്ക് യേശുവിൽ കിട്ടി. മതത്തിലില്ലാത്ത സത്യം എനിക്ക് യേശുവിൽ കിട്ടി. യേശുവിൽ എനിക്ക് ജീവന്റെ അപ്പത്തെ കാണാനൊത്തു. യേശുവിൽ എനിക്ക് ലോകത്തിന്റെ വെളിച്ചത്തെ കാണാനൊത്തു. യേശുവിനെ പറ്റി പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതൊരു ദേശത്തിന്റെ ദൈവമല്ല കേട്ടോ. ഇതൊരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ ദൈവമല്ല യേശു. ഇതൊരു പർട്ടിക്കുലർ എത്നിസിറ്റിയുടെ, ഒരു പർട്ടിക്കുലർ വർഗത്തിന്റെ ദൈവമല്ല യേശു. ആ വാക്കിൽ പറയുന്നത് ലോകത്തിന്റെ വെളിച്ചമാണ്. ഒന്ന് ചിന്തിക്കണമേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിൽ ജനിച്ച യേശുവിന്റെ ജനനം ഇന്നും ലോകം മുഴുവൻ കഴിഞ്ഞ ദിവസത്തിൽ ക്രിസ്മസ്. എന്താ ഇതിന്റെ കാരണം? 100 മൈലിൽ കൂടുതൽ സഞ്ചരിക്കാത്തൊരു വ്യക്തി. ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളിൽ എല്ലാവരും തന്നെ 100 മൈലിൽ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്. യേശുവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ 100 മൈലിൽ കൂടുതൽ സഞ്ചരിച്ചിട്ടില്ല. ഒരു ബുക്ക് പോലും എഴുതിയിട്ടില്ല. കൂടെ നിന്ന ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചില്ല വാളെങ്ങനെ വീശണമെന്ന്. പരിശീലിപ്പിച്ചത് വാളകത്തിടാനാ. എന്നാൽ ഈ ബുക്ക്, ഈ വിശുദ്ധ വേദപുസ്തകം ലോകത്തിൽ ഏറ്റവും വിറ്റഴിക്കപ്പെടുന്ന പുസ്തകമാക്കി ഇതിനെ മാറ്റിയത് ഇതൊരു മാജിക് അല്ല, ഇതൊരു കൺകെട്ടല്ല. പുസ്തകം എഴുതിയിട്ടില്ലാത്ത ആളിനെ കുറിച്ച് ആൾക്കാർ എഴുതി, അവൻ ജീവന്റെ അപ്പമാ, അവൻ ലോകത്തിന്റെ വെളിച്ചമാ. ഈ ദേശത്തിന് ആവശ്യം വിശുദ്ധ ഗ്രന്ഥമാണ്, ദൈവവചനത്തിന്റെ ചിന്തകളാണ്. ഞാൻ പറഞ്ഞില്ലേ, യേശു ആരെയും പഠിപ്പിച്ചില്ല യുദ്ധം ചെയ്യാൻ. പക്ഷെ ഇന്നത്തെ ദിവസമേ, ഞാൻ പറഞ്ഞില്ലേ, യൗവനക്കാരുടെ പാസ്റ്റർ ഓർപ്പിച്ച പോലെ യുവജന ക്യാമ്പിന് രാവിലെ പോയിരിക്കുകയായിരുന്നു. അതിന്റെ സന്ദർഭത്തോടുള്ള ബന്ധത്തിൽ ഞാനൊന്ന് എടുത്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ വ്യക്തി, എങ്ങനെ മറക്കാൻ ഒക്കും അല്ലേ? 99 ആ കൊലപാതകം, മാർട്ടിർഡം, രക്തസാക്ഷി മരണം. 25 വർഷമായി. എന്തിന്റെ പ്രതിഫലമായിരുന്നു? ഓസ്ട്രേലിയയിൽ നിന്നൊരു മിഷനറി ഭാരതത്തെ സ്നേഹിച്ച് യേശുവിന്റെ വെളിച്ചവുമായി, യേശുവിന്റെ ദൂതുമായി, നിത്യജീവന്റെ മൊഴികളുമായി ഈ ഇന്ത്യ വന്നു. തെരഞ്ഞെടുത്തത് നല്ല ജീവിക്കാൻ സാഹചര്യമുള്ള ഒരു സ്ഥലമല്ല, ഒറീസയിലെ ഒരു ഗ്രാമം. ആരുടെ ഇടയ്ക്കാ വർക്ക് ചെയ്തത്? കുഷ്ഠരോഗികളുടെ ഇടയ്ക്ക്. നമ്മൾ മൈക്കം പിടിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുക. ഇന്ന് നമുക്കെല്ലാം പോകേണ്ടത് ഓസ്ട്രേലിയക്കാ അല്ലേ? ഇപ്പം വിദേശത്തോട്ട് ചെന്നാൽ മതി. UK ചെന്നാൽ അവിടുത്തെ ആൾക്കാരോട് പറയും, വാട്ട്സ് യുവർ പ്ലാൻ, ആർ യു സെറ്റിൽ? നോ, തിങ്കിങ് ഓഫ് മൂവിങ്. എല്ലാവർക്കും പോകണം, ഓസ്ട്രേലിയ പോകണം, ക്ലൈമറ്റ് നല്ല. എന്നാൽ നമ്മുടെ ഭാരതത്തിൽ ഒരാൾ വന്നായിരുന്നെന്ന് 1965 ഞാൻ കരുതുന്നത്. ഇന്ത്യയെ സ്നേഹിച്ച് ഗ്രഹാം സ്റ്റെയിൻസ് ദൈവത്തിന്റെ വചനവുമായി, നിസ്തുല്യ ദൈവത്തിന്റെ വചനവും പ്രകാശം പരത്തുന്ന സുവിശേഷവും, നിങ്ങൾ ഭൂമിയുടെ ഉപ്പെന്നും ലോകത്തിന്റെ വെളിച്ചമെന്നും പറഞ്ഞ യേശുനാഥന്റെ ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ട് പാവങ്ങളുടെ ഇടയിൽ, കുഷ്ഠരോഗികൾക്കിടയിൽ യേശുവിന്റെ സ്നേഹം കാണിക്കാൻ ഒരു വ്യക്തി. എന്നാൽ എന്ത് സംഭവിച്ചു? ഫിലിപ്പ് 10 വയസ്സ്,
തിമത്തി 6 വയസ്സ്. 10 വയസ്സും 6 വയസ്സുമുള്ള 2 മക്കൾ. ഗ്രഹാം സ്റ്റെയിൻസ് എന്ന മിഷണറി. 3 പേരും രാത്രിയിൽ ജീപ്പിൽ കിടന്നുറങ്ങുന്ന സമയത്ത് തീ കൊളുത്തി 3 പേരും രക്തസാക്ഷികളായി മാറിയെന്ന് 25 വർഷം ഇപ്പൊ കഴിഞ്ഞു. ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഫിലിപ്പ് ഇന്നുണ്ടായിരുന്നെങ്കിൽ 35 വയസ്സ് കണ്ടേനെ. തിമത്തി ഇന്നുണ്ടായിരുന്നെങ്കിൽ 31 വയസ്സ് കണ്ടേനെ. ചെറുപ്പക്കാരായ 2 പേർ വിത്തായി ഈ ഭാരതത്തിൽ വീണു. എന്തിന്റെ പേരിലാ? യേശുനാഥൻ പഠിപ്പിച്ചില്ല യുദ്ധം ചെയ്യാൻ. യേശുനാഥൻ പഠിപ്പിച്ചില്ല അങ്ങോട്ട് വെച്ചാൽ ഇങ്ങോട്ട് വരും കൊടുക്കും, പഠിച്ചില്ല. യേശുനാഥൻ പഠിപ്പിച്ചത് ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേതൂടെ കാണിച്ചു കൊടുക്കണമെന്ന് പഠിച്ചു. ലക്ഷക്കണക്കിന് സുവിശേഷകർ ലോകമെമ്പാടും മരണപ്പെടാൻ കാര്യം എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലായ ഒരു കാര്യം, മരണത്തിനപ്പുറമായി നിത്യജീവൻ തരുന്ന യേശുവിനെ അവർ പരിചയപ്പെട്ടു. എങ്ങനെങ്കിലും മനുഷ്യരിലേക്ക് സുവിശേഷം എത്തിക്കാൻ വേണ്ടി, ലാഭത്തിന് വേണ്ടിയല്ല കേട്ടോ. ഈ കണക്ക് അയച്ചു കൊടുത്താൽ എങ്ങൊന്നും പൈസ കിട്ടാനില്ല. ലാഭത്തിന് വേണ്ടിയല്ല ഇത്. ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിക്കാൻ വേണ്ടി, ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തെ വരച്ച് കാണിക്കാൻ വേണ്ടി, ജീവന്റെ അപ്പത്തെ പരിചയപ്പെടുത്താൻ, ലോകത്തിന്റെ വെളിച്ചത്തെ പ്രകാശിപ്പിക്കാൻ എത്ര ആയിരങ്ങൾ. ചില ചക്രവർത്തിമാർ എഴുന്നേറ്റ് പറഞ്ഞു ഈ മാർഗത്തെ ഇല്ലാതാക്കും. ചില ചക്രവർത്തിമാർ എഴുന്നേറ്റ് പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തി 4 കണ്ടതുപോലെ പത്രോസിനോട് സന്നദ്രി സംഘം പറഞ്ഞു, ഈ നാമത്തിൽ ഇനി പ്രസംഗിച്ചു പോയേക്കരുത്. എന്താണെന്നറിയാമോ പത്രോസ് തിരിച്ചു പറഞ്ഞത്? അയ്യോ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഈ ദേശത്തോട് എനിക്ക് വിളിച്ചു പറയാനുള്ളത്, സത്യ വെളിച്ചമായ ക്രിസ്തു, ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു, ജീവന്റെ അപ്പമായ ക്രിസ്തു, നിത്യജീവൻ തരുന്ന ക്രിസ്തുവിനെ പരിചയപ്പെടാതെ പോകരുത്. അടുത്തതായി യോഹന്നാൻ ഓർത്തെടുക്കുന്നത് 10-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. 10-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ എനിക്ക് ഭയങ്കരമായ പ്രത്യാശ ഉണർത്തുന്ന ഒരു പദപ്രയോഗമാണ്. യേശുവിന്റെ ഒരു വാക്ക് യോഹന്നാൻ ഓർത്തെടുക്കുകയാണ്. അവൻ വാതിലാണെന്ന്. ഐ ആം ദ ഗേറ്റ്. യോഹന്നാൻ വയോധികൻ ഓർത്തെടുക്കുക. യേശു പറഞ്ഞായിരുന്നു ജീവന്റെ അപ്പം മാത്രമെന്നല്ല പറഞ്ഞത്, ലോകത്തിന്റെ വെളിച്ചമെന്ന് മാത്രമല്ല പറഞ്ഞത്. ഞങ്ങളുടെ യേശു, ഞങ്ങളുടെ അരുമനാഥൻ, അത് കേൾക്കാൻ എന്റെ സഹോദരൻ യാക്കോബ് എന്നുണ്ടായിരുന്നു. യേശു ഞങ്ങളെ നോക്കി പറഞ്ഞു, ഞാനാണ് വാതിൽ. എന്താ അതിന്റെ അർത്ഥം? ഇന്ന് പലരും അവരാ വാതിലെന്നാണ് അവകാശപ്പെടുന്നത്. രക്ഷ വേണോ? ഞങ്ങളുടെ അടുക്ക പൈസ തരണം. രക്ഷ വേണോ? പ്രായച്ചിത്തം നീ ചെയ്യണം. 7 റൗണ്ട് നടന്നിട്ട് വാ, ഇത്രയും നേർച്ച കഴിച്ചിട്ട് വാ. ചില ആത്മീകരുടെ ഇടയിലും ഉണ്ട് കേട്ടോ. പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ. എങ്ങനെ ഉണ്ട്? 5000 രൂപ ആവും ഞങ്ങളുടെ ഒരു അരമണിക്കൂർ എപ്പിസോഡ്. അതൊന്ന് സ്പോൺസർ ചെയ്താ ഞങ്ങൾ പ്രാർത്ഥിക്കാം. പലരും ക്ലെയിം ചെയ്യുന്നത് ഞങ്ങളാ വാതിൽ അവർ നിൽക്കുക. രക്ഷ വേണോ? ഞങ്ങൾക്ക് പൈസ താ. രോഗസൗഖ്യം വേണോ? ഞങ്ങളാ വാതിൽ. ഈ വാതിലിലൂടെ അല്ലാതെ നിങ്ങൾ കയറത്തില്ല. എത്രയോ പേര് നിരാശപ്പെട്ട് ഇടയനില്ലാത്ത ആളുകളെ പോലെ നമ്മുടെ ചുറ്റിനും ഉണ്ടെന്നറിയാം. മതത്തിന്റെ കച്ചവടത്തിന്റെ ഇരയായവർ എത്ര പേര് ഈ നാട്ടിൽ നമ്മുടെ ചുറ്റിനും ഉണ്ട്. പെട്രോൾ ഒഴിച്ചു പോയി എല്ലായിടും. എന്തിനാ പോയത്? രക്ഷ വേണം, മോക്ഷം വേണം, സമാധാനം വേണം, പ്രത്യാശ വേണം, സൗഖ്യം വേണം. കിട്ടിയോ? ഉള്ളതുകൂടെ പോയി. അത് പറഞ്ഞവരെല്ലാം സമ്പന്നരായി. കള്ളസുവിശേഷം പറഞ്ഞ് കോടിക്കണക്കിന് രൂപയുടെ വീടുണ്ടാക്കി. മതങ്ങളിലും മത ആചാരങ്ങളിലൂടെ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് വിളിച്ചു പറയാനുള്ള ഒരാടെ കഥ 1 രൂപ പോലും കൊടുക്കണ്ട. ഞാനാണ് വാതിലെന്ന് ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഒരു എപ്പിസോഡും സ്പോൺസർ ചെയ്യണ്ട,
ഒരിടത്തും പോകണ്ട, ഒരു നേർച്ചയും കാഴ്ചയും കഴിക്കണ്ട. ഇരിക്കുന്നിടത്ത് ജീവനുള്ള ദൈവം അങ്ങാണെങ്കിൽ ആ വാതിലിൽ എന്നെ പ്രവേശിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കും. ഇന്ന് രാത്രിയിൽ കണ്ടിട്ടില്ലേ, വലിയ വീടുകളൊക്കെ ഹൈ സെക്യൂരിറ്റി ഗേറ്റ് വിട്ട് പൂട്ടി വെച്ച് ചങ്ങലയും വിട്ട് ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? ചില പ്രസ്ഥാനങ്ങളിലേക്ക് അടുത്ത് ചെല്ലുമ്പോ നമുക്ക് മനസ്സിലാകും, അയ്യോ ഇവരെല്ലാം ഒരു നിറവും ഒരു വർഗക്കാരെല്ലാം കൂടെ ഇവിടെ ഇരിക്കും, നമുക്കൊന്നും ഇവിടെ പ്രവേശനമില്ല. വലിയ ആത്മീയതയൊക്കെ പറയും, പക്ഷെ അടുത്ത് ചെല്ലുമ്പോ അറിയാം വർണ്ണവർഗ വിവേചനം പലയിടങ്ങളിലും ഉണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ യേശുനാഥനെ പരിചയപ്പെടുത്തട്ടെ. വർണ്ണവർഗ വിവേചനമില്ലാതെ അവിടെ ഗേറ്റിംഗ് നിൽക്കുന്ന ഒരു മനുഷ്യനല്ലെന്ന്, പണക്കൊതി ഇല്ലാത്ത രക്ഷകനായ, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കാൻ സമർപ്പിക്കപ്പെട്ട് ജീവനെ കൊടുത്ത യേശു പറയുന്നു, മറ്റാരുമല്ല, ഞാനാ വാതിൽ. നീ എന്നിലൂടെ പ്രവേശിച്ചാൽ നിനക്ക് കിട്ടും ജീവന്റെ വഴികൾ, നദികൾ നിന്നിലൂടെ പുറപ്പെടും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ വാതിലെന്ന് യേശു ഇവിടെ പറയുന്നെങ്കിൽ ഈ വാതിലിനെ കുറിച്ച് മത്തായി സുവിശേഷം 7:13-14 പറയുന്നത് ഇത് ഇടുക്കമുള്ള വാതിലാ, ഞെരുക്കമുള്ള വഴിയായത്. ഈ പന്തലിരിക്കുന്നവർ ചിലരെങ്കിലും അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ? കേറാൻ ഇച്ചിരി പ്രയാസമായിരുന്നു. കേറാൻ ഇച്ചിരി പ്രയാസം എന്ന് പറഞ്ഞാൽ മാനസാന്തരമില്ലാതെ ഇങ്ങോട്ട് കയറാൻ ഒക്കത്തില്ല. പൈസ വേണ്ട, പൈസ അല്ല, മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ ഉപേക്ഷിക്കണം. ദൈവത്തിന്റെ ശോഭയ്ക്കും ദൈവത്തിന്റെ മഹത്വത്തിനും ആ സ്വഭാവ വിശേഷണത്തിനും ചേരാത്ത സ്വഭാവങ്ങൾ, ദൈവത്തിന്റെ തേജസ്സിൽ നിന്നും താഴെ വീണ് കിടക്കുന്ന അവസ്ഥ, അത് കണ്ടുണർന്ന് മാനസാന്തരം എന്ന് പറഞ്ഞാൽ എബൌട്ട് ടേൺ അടിക്കുക. ഞാൻ ഇതുവരെ വലുതായി കരുതി വെച്ചിരിക്കുന്ന വിദ്യാഭ്യാസം, പണം, ഈ ലോകത്തിന്റെ ആഡംബരം, അതിൽ നിന്നെല്ലാം ഞാൻ തിരിഞ്ഞ് ഇപ്പൊ നോക്കുന്നത് യേശുവിന്റെ മുഖത്തേക്കാണ്, യേശുവിന്റെ ശോഭയിലേക്കാണ്, പിതാവിന്റെ സ്വഭാവത്തിലേക്കാണ്. മാനസാന്തരപ്പെട്ട് തിരിയുന്ന ഒരാള് നാട്ടുകാർ പറയും എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, സിംഹം പോലെ നടന്ന വ്യക്തിയാ ഇപ്പത്തേണ്ട ആടിനെ പോലെ നടക്കുന്നെന്ന്. കേറി ഇതുവഴി കേറി ഇടുക്ക് വാതിലൂടെ കേറിയവരെ കണ്ടാൽ അറിയാം. ഇന്നാളൊരാൾ പറഞ്ഞെന്താണെന്നറിയാം, മാനസാന്തരപ്പെട്ടവന്റെ വീട്ടിലെ പട്ടി വരെ തിരിച്ചറിയുമെന്നവർ. ഇനി മൃഗം തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഭാര്യയെ തിരിച്ചറിയുമല്ലോ, കുഞ്ഞുങ്ങളെ തിരിച്ചറിയത്തില്ലേ? ഒരു കുടുംബം മാനസാന്തരപ്പെട്ടെങ്കിൽ അയൽവക്കക്കാര് വിളിച്ചു പറയത്തില്ലേ, അയ്യോ എന്തോ ഒരു വഴക്കും വല്ലുമായിരുന്നു ആ വീട്ടിൽ, വീട്ടിൽ വേറൊരു സ്വഭാവം ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ളവരെ നിങ്ങൾ തമാശയായിട്ട് പറയുമെന്ന് ഭീകരം വരുമെന്ന്, തമാശയായിട്ട് പറയുമെന്ന് ഭീകരം വരുമെന്ന്. അപ്പങ്ങൾ മാറി, എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എന്താ കാരണം? പ്രവേശിച്ചു ഒരു വാതിലിലൂടെ പ്രവേശിച്ചു. അടുത്തതായി യോഹന്നാൻ ഓർത്തെടുക്കുന്ന എന്താണെന്നറിയാമോ? ഞാൻ നല്ല ഇടയൻ എന്ന് പറഞ്ഞായിരുന്നു എന്റെ ആത്മമണവാളൻ. ഏത് പശ്ചാത്തലത്തിലാ യോഹന്നാൻ അത് ഓർത്തെടുക്കുന്നത്? 10-ാമത്തെ അധ്യായം അതിന്റെ 11-ലും 14-ലും 2 പ്രാവശ്യം കാണാം. വയോധികനായ യോഹന്നാൻ എഴുതുകയാ, എനിക്ക് കിട്ടിയത് ഇഹലോകത്തിലെ നന്മയല്ല, എനിക്ക് കിട്ടിയത് നല്ല ഇടയനെ കിട്ടി. ഏത് പശ്ചാത്തലത്തിലാ പറയുന്നതെന്നറിയാമോ? യെഹെസ്കേല് 34-ൽ വിളിച്ചു പറഞ്ഞായിരുന്നു, യഹൂദന്മാരുടെ ഇടയിലെ ഇടയന്മാർ അവരെങ്ങനെയുള്ളവരാ? അവരാടിനെ അറുത്ത് തിന്നുക. ഇടയന്മാരെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ചത് എന്താ? ആടുകളെ സംരക്ഷിക്കണം, ആടുകൾക്ക് പ്രൊവൈഡ് ചെയ്യണം, അവർക്ക് ആഹാരം കൊടുക്കണം, അവരെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കണം. അന്നത്തെ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന നേതാക്കന്മാർ സംരക്ഷിക്കുന്നതിന് പകരം, അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം ഈ ആടിനെ കൊന്നു കഴിക്കുക സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി. കേട്ടില്ലേ മത്തായി സുവിശേഷം 7:15 വാക്യത്തിൽ, സൂക്ഷിച്ചുകൊള്ളുക, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുക, അവർ ആടുകളുടെ വേഷം ധരിച്ചു വരും, അവരുടെ അകമോ കടിച്ചു കീറുന്ന ചെന്നായാണ്.
അങ്ങനെയുള്ളവരെ പരിചയപ്പെടാതിരിക്കട്ടെ. വലിയ പ്രാർത്ഥനയൊക്കെ നയിക്കും, വെള്ള ഉടുപ്പുമായിരിക്കും ഇട്ടേക്കുന്നത്, നീണ്ട പ്രാർത്ഥനയൊക്കെ ചെയ്യും. പക്ഷെ ആളിന് വേണ്ടിയത് എന്താ? നമ്മുടെ പൈസ. യോഹന്നാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കൊച്ചിലെ മുതലേ ഇത് കണ്ടതാ. ഞാൻ നിന്ന യഹൂദ മതത്തിൽ പണക്കൊതിയന്മാരായ കുറെ മതക്കാരുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. ഇത് അന്നാസിനെ പോലൊരു വ്യക്തിയല്ല, ഇത് കയ്യഫാവിനെ പോലൊരു വ്യക്തിയല്ല. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകാൻ തയ്യാറായ യേശുവിനെ ഞാൻ പരിചയപ്പെട്ടു. ആ യേശുവിൽ ഞാൻ കണ്ടു. എന്തോ കണ്ടു? വെളിച്ചം മാത്രമല്ല, ജീവന്റെ അപ്പം മാത്രമല്ല, വാതില് മാത്രമല്ല, ഞാൻ ഈ യേശുവിൽ ഒരു നല്ല ഇടയനെ കണ്ടു. എന്നെ സ്നേഹിക്കുന്ന ഒരിടയനെ ഞാൻ കണ്ടു. പച്ചയായ പുൽപ്പുറങ്ങളിൽ നയിക്കുന്ന ഇടയനെ ഞാൻ കണ്ടു. ദേശമേ, നിങ്ങൾക്ക് വേണ്ടിയത് ഒരു നല്ല ഇടയനെയാ. പന്തലിൽ ഇരിക്കുന്നവരെ, നിങ്ങൾക്ക് വേണ്ടിയത് ഒരു നല്ല ഇടയനെയാ. ഈ ലോകത്തിൽ അന്വേഷിച്ചു പോയാൽ നിരാശപ്പെടും. ഈ ലോകത്തിൽ ഗുരുക്കന്മാരുടെ അടുക്കൽ ചെന്ന് നിന്ന് നല്ലൊരു ഇടയനാണ് തോന്നുന്നു എന്ന് ചിന്തിച്ചാൽ എത്രയും അടുക്കുന്നോ അത്രയും മനസ്സിലാകും, അയ്യോ ഇവരും ഇങ്ങനാണോ, ഇവരും ഇങ്ങനാണോ. ആ നടുവിൽ ഇന്ന് രാത്രി നിരാശപ്പെടുത്താത്ത ഒരു ഇടയനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്റെ 13-ാമത്തെ വയസ്സിൽ ഈ ഇടയനെ ഞാൻ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. വളർന്നു വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആഗ്രഹം, ജോലി ചെയ്യണം, പൈസ ഉണ്ടാക്കണം, എൻ്റെ പപ്പായും പാസ്റ്ററാ, അപ്പൊ പപ്പായെ ഒന്ന് സഹായിക്കണം, ഇതൊക്കെയായിരുന്നു ആഗ്രഹം. എന്നാൽ ഇടയനോട് ചേർന്ന് ഞാൻ ഇരുന്നപ്പോ ഇടയന്റെ ഹൃദയമിടിപ്പ് ഞാൻ അനുഭവിച്ചു. എനിക്ക് 19 വയസ്സുള്ള സമയത്ത് ഈ ഇടയന്റെ ഹൃദയമിടിപ്പ് മനസ്സിലായ ദിവസം ഞാൻ പറഞ്ഞു, ഇനി ജോലിയെക്കാട്ടിൽ വലുത്, ഇനി ഒരു ഉദ്യോഗത്തെക്കാട്ടിൽ വലുത് ഈ നല്ല ഇടയനെ കുറിച്ച് എനിക്ക് പ്രസംഗിക്കണം. അങ്ങനെ പ്രസംഗിച്ച് ഇങ്ങനെ വരികയാ കേട്ടോ. ജീവിതത്തിൽ പല തെറ്റായ തീരുമാനവും ഞാൻ എടുത്തു. എന്നാൽ തെറ്റാത്ത ഒരു തീരുമാനമുണ്ടെങ്കിൽ ഈ നല്ല ഇടയനെ പ്രസംഗിക്കാൻ എടുത്ത തീരുമാനമാ. നല്ല ഇടയന്റെ അടുക്ക വരണം. എന്നിട്ട് യോഹന്നാൻ ഒരു കാര്യം പറഞ്ഞു. ഇനി 3 കൂടെ ഉള്ളത്, അത് കഴിഞ്ഞ് നമ്മൾ വേഗത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. കുറിവാക്കി ഒന്ന് വായിച്ചങ്ങ് ഇവിടത്തേ ഉള്ളൂ. 11-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ പറയുക, എന്തിനാ അപ്പച്ച ഇനിയൊരു സുവിശേഷം എഴുതുന്നത്? അത് യേശു കൃപയും സത്യമുള്ളവരായതുകൊണ്ടാ. എന്തിനാ സുവിശേഷം എഴുതുന്നത്? അത് ജീവന്റെ അപ്പം ഉണ്ട്. എന്തിനാ എഴുതുന്നത്? അത് വെളിച്ചമായതുകൊണ്ടാ എഴുതുന്നത്. എന്തിനാ സുവിശേഷം എഴുതുന്നത്? അത് വാതിലായതുകൊണ്ടാ, അത് നല്ല ഇടയനായതുകൊണ്ടാ. 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ എന്താണെന്നറിയാമോ? 11-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും. എന്തുവാ യോഹന്നാനെ, യാക്കോബ് മരിച്ചിട്ടും പത്രോസ് മരിച്ചിട്ടും ശിഷ്യന്മാരെല്ലാം ഒന്നിനു പുറകെ ഒന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടും തന്നെ ഇരുന്നോണ്ട് യേശുവിന്റെ നിസ്തുല്യതയെ വർണ്ണിപ്പാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ യോഹന്നാൻ പറയും, ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ മരിക്കുന്നു എന്നുള്ളതല്ല, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, എങ്ങനെ ഏത് വിധത്തിൽ മരിക്കുന്നു എന്നുള്ളതല്ല കാര്യം കേട്ടോ. എത്രാം വയസ്സിൽ മരിച്ചു എന്നുള്ളതല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ സ്തേഫാനോസിന്റെ കാര്യം എന്താകും? ഏത് പ്രായം എന്നുള്ളതല്ല. 7-ാമത്തെ അധ്യായം 55-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും എന്നങ്ങ് പറഞ്ഞു വിടുകയല്ല. ആ 32-33 വയസ്സുള്ള ചെറുപ്പക്കാരൻ സ്തേഫാനോസ് സുവിശേഷം പ്രസംഗിച്ച് കല്ലേറ് കൊണ്ട് മരിക്കാൻ തുടങ്ങുന്ന സമയത്ത് മേളിലോട്ട് നോക്കിയപ്പോ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്.
പിതാവിന്റെ വലത്ത് ഭാഗത്ത് പുത്രൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വീകരിക്കാൻ നിന്നുവെങ്കിൽ, ഇന്ന് രാത്രി പന്തലിൽ ഉള്ളവരെ, നമ്മുടെ പ്രത്യാശ എന്നുള്ളത് നമ്മുടെ ആത്മ മണവാളന്റെ അടുക്കൽ നമുക്ക് പോകാമെന്നുള്ളതാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞ യേശു മതം തരാത്ത, ഗുരുക്കന്മാർ തരാത്ത ഒരു വലിയ അഷ്വറൻസ്, ഒരു വലിയ ഉറപ്പ് തരുന്നു. നമ്മുടെ ഡിയർ വൺസ് എല്ലാം, സ്നേഹ ബന്ധുമിത്രാദികളെല്ലാം വന്ന് അവിടെ നിൽക്കും. മക്കൾ ഉൾപ്പെടെ ആ മോർച്ചറി കുത്തിവച്ചിരിക്കുന്ന സാധനം ഒന്ന് ഊരിയാ മതി. മൊബൈൽ മോർച്ചറി ഊരിക്കഴിഞ്ഞാൽ നിമിഷങ്ങൾ കഴിയുമ്പോ സ്വന്തം മക്കൾ ഉൾപ്പെടെ ഹാൻഡ് കർച്ചീഫ് എടുക്കും, പൊത്തും, മൂക്കുപൊത്തും. ജീർണിക്കുന്ന ശരീരമാണിത്, താഴ്ചയുള്ള ശരീരമാണിത്. എന്നാൽ ഇതിനപ്പുറമായ പ്രത്യാശ എന്താണെന്നറിയാമോ? ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരം ധരിക്കുന്ന ഒരു ദിവസം വരുന്നു. ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കുന്ന ഒരു ദിവസം വരുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവനോട് യേശു പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും. എവിടെ അടക്കപ്പെടുന്നു എന്നുള്ളതല്ല, ആരാണ് അടക്ക ശുശ്രൂഷ നടത്തിയതെന്നുള്ളതല്ല, അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഇതാണ് നമ്മളെ ആരാധനയിലേക്ക് നയിക്കേണ്ടതെന്ന്. ഓരോ പ്രാവശ്യം പാട്ട് പാടുമ്പോഴേ, ഈ അവസാനം ഇനി ഒരു പാട്ട് ഇവിടെ പാടുന്നുണ്ട്. കർത്താവ് തൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ എന്നുള്ള പാട്ട് നമ്മൾ ഇവിടെ പാടും. കർത്താവ് തൻ ഗംഭീര പാടും. ആ സമയത്ത് പാടി സ്തുതിക്കേണ്ടത്, അയ്യോ എനിക്ക് വണ്ടി കിട്ടിയല്ലോ, എനിക്ക് വീട് കിട്ടിയല്ലോ അല്ല, എനിക്ക് ജീവന്റെ അപ്പത്തെ പരിചയപ്പെടാനൊത്തല്ലോ, എനിക്ക് ലോകത്തിന്റെ വെളിച്ചത്തെ പരിചയപ്പെടാനൊത്തല്ലോ, എനിക്ക് യേശു എന്ന വാതിലൂടെ പ്രവേശിപ്പാനൊത്തല്ലോ, എനിക്ക് നല്ല ഇടയനെ എന്റെ വീട്ടിൽ കിട്ടിയല്ലോ, എനിക്ക് പുനരുത്ഥാനവും ജീവനുമായ യേശുവുമായ ഒരു ബന്ധം കിട്ടിയല്ലോ. അടുത്തതായി പറയുന്നത് എന്താണെന്നറിയാമോ? 14-ാമത്തെ അധ്യായത്തിൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. യോഹന്നാനോട് അങ്ങോട്ട് ചോദിച്ചേ, 90-ാം വയസ്സിൽ. ഇന്ന് ചിലപ്പോ ഈ ഇന്റർവ്യൂലൊക്കെ ചോദിക്കുന്ന പോലെ, ജോൺ അങ്ങൊരു പാസ്റ്റർ ആയില്ലായിരുന്നെങ്കിൽ അങ്ങ് ആരായിരുന്നേനെ? ഇങ്ങനെയൊക്കെയാ ഇപ്പോഴത്തെ ചോദ്യങ്ങൾ. അന്ന് യേശുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു നല്ല ബിസിനസ്സുകാരനാകത്തില്ലായിരുന്നോ? ഇന്നുള്ള ആൾക്കാരാണ് അതിന്റെ ബാക്കി പറയും. ശരിയാ മോനെ, ഞാൻ ഇടയ്ക്കൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഞാനൊരു പ്രഭാഷകനായില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനൊരു കമ്പനിയുടെ ജനറൽ മാനേജറോ. ഷെയിം ഷെയിം ഷെയിം. യോഹന്നാന്റെ അടുക്കലോട്ട് ചെന്ന് ചോദിച്ചേ, യേശുവിനെ അന്ന് കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ നല്ല പെരുത്ത മീൻകൂട്ടം കിട്ടിയ ഒരു കച്ചവടക്കാരനാകത്തില്ലായിരുന്നോ? യോഹന്നാൻ പറയും, ചോദ്യം റോങ് ചോദ്യം. ആ ചോദ്യം കേൾക്കാൻ പോലും എനിക്ക് ആഗ്രഹമില്ല. കാരണം ഞാൻ പരിചയപ്പെട്ട വ്യക്തി പല വഴികളിലെ ഒരു വഴിയല്ല, ഏക വഴിയാണ് ഞാൻ പരിചയപ്പെട്ടത്. യേശുവിനെ ഉയർത്തുന്നത് പല വഴികളിലെ ഒരു വഴിയല്ല ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്നത്. പല വഴിയിലെ ഒരു വഴിയാണെങ്കിൽ ഇത്രയും പണം മുടക്കി ഇവിടെ ഇത്രയും വെളിച്ചവും സൗകര്യവും എല്ലാം വെച്ച് മണി ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ദേശത്തെ സ്നേഹിച്ച് അല്ല, നമ്മൾ ഈ ചെയ്യുന്നതിനെക്കാട്ടിലെല്ലാം മുമ്പ് ഒരാള് ലോകത്തെ സ്നേഹിച്ച് ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് പല വഴിയിലെ ഒരു വഴി വെട്ടാനല്ല. മനുഷ്യന്റെ പാപപരിഹാരത്തിനായി ഒരു വഴിയും ഇല്ലാതിരിക്കെ, ഇവിടുന്ന് അങ്ങോട്ട് പാലം കെട്ടാൻ ഒക്കാതിരിക്കെ, മേളിൽ നിന്നൊരാൾ ഇറങ്ങി വന്ന് പറഞ്ഞു, ഞാനൊരു പാലം ഇടാം, എന്റെ പ്രായച്ചിത്ത മരണത്തിലൂടെ എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ ഏക സത്യ ദൈവമായ യേശുവിന്റെ ശബ്ദമാകുന്നു നമ്മൾ ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അവസാനം യോഹന്നാൻ ഓർത്തെടുക്കുന്നത് 15:1. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി കാണിക്കുന്നത് ഇസ്രായേലിനെയാണ്, പഴയ നിയമത്തിൽ മുഴുവൻ. യോഹന്നാൻ എന്താ പറയുന്നതെന്ന് അറിയാമോ? അയ്യോ, ഒരു മതത്തിൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കി എനിക്ക്. സിനഗോഗിലെ മെമ്പർഷിപ്പ് എടുത്താൽ രക്ഷപ്പെടത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, കേൾപ്പാൻ ചിലപ്പോൾ വലിയ രസമുള്ളതായിരിക്കത്തില്ല.
പെന്തിക്കോസിൽ ചേർന്നാലും രക്ഷയില്ല കേട്ടോ. ചിലർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെങ്കിലും ഒന്ന് മുങ്ങിപ്പൊങ്ങി പെന്തിക്കോസിന്റെ രജിസ്റ്ററിൽ പേരുണ്ടെങ്കിൽ പെന്തിക്കോസുകാരെ ചേർപ്പാനെല്ലാം യേശു വരുമെന്ന്. ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമില്ല. ബൈബിളിൽ വാക്യമുള്ളത് യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ അടയാളമായി മുങ്ങി സ്നാനപ്പെട്ടവർക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കുന്ന ഒരു മണവാട്ടിയെ ചേർപ്പാൻ യേശു മടങ്ങി വരുന്നു. ആ മണവാട്ടി പെന്തിക്കോസിൽ ഉണ്ടെങ്കിൽ അതിനായി ദൈവത്തിന് സ്തോത്രം. അല്ലാതെ പെന്തിക്കോസ് എന്ന മതം കളിച്ചിട്ടൊരു കാര്യമില്ല. ചുമ്മാ മുങ്ങിപ്പൊങ്ങിയിട്ട് പെന്തിക്കോസിലാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും ലോക മനുഷ്യനെ പോലെ വീടിയും വലിച്ച് ലോക മനുഷ്യനെ പോലെ വെറുക്കൂത്തിൽ ജീവിച്ച് വിശുദ്ധീകരണത്തിൽ മുന്നേറാത്ത ഒരാളെ ചേർപ്പാനല്ല യേശു വരുന്നത്. പൗലോസ് വിളിച്ചു പറയുന്നത്, ഞാൻ എന്റെ സഭയെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ് യേശു എന്ന മണവാളനുമായിട്ട്. ഈ ലോകത്തിന്റെ സ്വാധീനം വരാതെ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന്. പൗലോസിന് ഭയം ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞത്, എല്ലാവരോടും പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോ ശ്രമിക്കുകയാണെന്ന്. കേൾക്കണമേ, പെന്തിക്കോസിൽ വന്നതല്ല മാജിക്ക്. പെന്തിക്കോസിൽ വന്നിട്ട് യേശുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ വളരാനൊത്തെങ്കിൽ സ്തോത്രം. പെന്തിക്കോസിൽ വന്നിട്ട് ആത്മീയനായി ജീവിപ്പാനൊത്തെങ്കിൽ സ്തോത്രം. വരുന്ന ദിവസങ്ങളിൽ ഒന്ന് ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് വിമാനം തകരുന്ന സംഭവമല്ല, യുദ്ധത്തിന്റെ സംഭവമല്ല, കാഹളത്തിന്റെ ധ്വനി ലോകത്തിൽ മുഴങ്ങാൻ പോകുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറഞ്ഞ യേശു മടങ്ങി വരുന്നു. ആ മുന്തിരിവള്ളിയുമായി ബന്ധമുള്ളവർ, ഫലം കായ്ച്ച് ജീവിക്കുന്നവരെ ചേർപ്പാനായി യേശു മടങ്ങി വരുന്നു. നമ്മൾ അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി യേശു ചിലപ്പോ എന്തോ ചെയ്യും? ചെത്തും. വേദന വരും. വേദന ജീവിതത്തിൽ ചിലപ്പോൾ ദുഃഖങ്ങൾ വരും, വേദനകൾ വരും. അത് യേശു കൈവിട്ടതിന്റെ ലക്ഷണമല്ല. യേശു ഒന്ന് ചെത്തുക, നിത്യതയുമായി ബന്ധപ്പെട്ട് അധികം ഫലം കായ്ക്കാൻ വേണ്ടി. ആ ചെത്തൽ ലഭിച്ചിട്ടുള്ളവർ ഈ പന്തൽ ഇരിപ്പുണ്ടായിരിക്കും. ആ ചെത്തൽ കിട്ടുമ്പോൾ അത് സുഖമുള്ളതല്ല. എന്നാൽ പുറകോട്ട് തിരിഞ്ഞു പറയാം, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം. ജോലി പോയത് നല്ലതാ എന്നാരും പറയത്തില്ല. എന്നാൽ ജോലി പോയപ്പോ സംഭവിച്ചു, യേശുവുമായിട്ട് കുറച്ചുകൂടെ ഒന്ന് അടുക്കാൻ സന്തോഷിച്ചു. രോഗം വന്നത് നല്ലതല്ല, രോഗം വന്നത് അഴുക്കാ. പക്ഷേ രോഗം എന്നെ യേശുവിങ്കലേക്ക് അടുപ്പിച്ചെങ്കിൽ ആ താഴ്വരയ്ക്കായി ദൈവത്തിന് സ്തോത്രം. 12:20 എന്തോ വായിച്ചെന്നറിയാ? പെരുന്നാളിന് വന്ന ചില യവനന്മാർ, അവർക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ. എന്തുവാ? ഞങ്ങൾക്ക് യേശുവിനെ കാണണം. നമ്മൾ ആദ്യം വായിച്ച വാക്യം എന്തുവാ? 1:10-11 അവൻ ലോകത്തിൽ വന്നു, ലോകക്കാർ അറിഞ്ഞില്ല. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാർ കൈക്കൊണ്ടുമില്ല. ഇവരെന്താ കൈക്കൊള്ളാഞ്ഞ്? വലിയ മതം, യഹൂദ മതം, പത്രാസ്, മോശ, അബ്രഹാം ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു, ഇങ്ങനെ പുകഴ്ച പറഞ്ഞോണ്ടിരുന്നു. യഹൂദന്മാർ പറഞ്ഞു വേണ്ട, യേശുവിനെ വേണ്ട. ദാ വരുന്നു ആര്? യവനന്മാർ, ചില യവനന്മാർ. ഈ ദേശത്തോടുള്ള ബന്ധത്തിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലർ മുമ്പോട്ട് വരാൻ പോവുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും പറയും യേശുവിനെ വേണ്ട. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാർ പറഞ്ഞു വേണ്ട വേണ്ട, ജീവന്റെ അപ്പം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് വേണ്ട. ലോകത്തിന്റെ വെളിച്ചമാ സാറേ യേശു, ഞങ്ങൾക്ക് വെളിച്ചമുണ്ട്, വേണ്ട. ഒരു മനുഷ്യർ പോലും പ്രതീക്ഷിക്കാത്ത യവനന്മാർ വരുന്നു. 12:20 അവർ യെരുശലേം ദേവാലയത്തിന്റെ ഉത്സവം കാണാൻ വന്നവരാണ്. എന്നാൽ ഉത്സവം കണ്ടിട്ട് അവർക്ക് മനസ്സിലായി, ഈ പൊട്ടിയ പടക്കത്തിൽ സമാധാനമില്ല, ഈ തെളിച്ച വെളിച്ചത്തിൽ പ്രകാശമില്ല. ഞങ്ങൾക്ക് പ്രകാശം തരാൻ ഒരു വ്യക്തിക്ക് കഴിയത്തുള്ളൂ. യേശുവിനെ തപ്പി അവർ യേശുവിന്റെ അടുക്ക വന്നു. ഈ ഭരണിക്കാവ് പ്രദേശത്ത് ദൈവം ഒരു കൂട്ടം ആൾക്കാരെ അടർത്തി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കണമേ. ഈ ദേശത്തിൽ നിന്നും സത്യ വെളിച്ചമായ യേശുവിന്റെ അടുക്കലേക്ക്
ജീവന്റെ അടുക്കലേക്ക് ഒരു കൂട്ടം ആൾക്കാരെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ചു പേര്. നമ്മൾ പ്രതീക്ഷിക്കുന്നവരെല്ലാം പുറങ്കാല് വെച്ച് ചവിട്ടിയപ്പോ വരുന്നു യവനന്മാർ, ഞങ്ങൾക്ക് യേശുവിനെ കാണണം. ഇത് ഈ ദേശത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ യോഗങ്ങൾ ഇവിടെ നടക്കുന്നത്. ചില യവനന്മാർ വരുമ്പോഴേ ഒരു കാര്യം ഓർക്കണമേ, നമ്മുടെ ഡോറുകൾ തുറന്നിട്ടേക്കണം. സഭയുടെ ഡോറുകൾ വന്നു കയറുമ്പോ പറയരുത് ആഹാ ആഹാ ആഹാ, ഒരാഹായും വേണ്ട. യേശു വിളിച്ചവരെല്ലാം സഭയിൽ വരട്ടെ. അവരെല്ലാവരും ആത്മാവിന്റെ ശക്തിയോട് ആരാധിക്കട്ടെ. നമ്മളെ പോലെ ഇരിക്കുന്ന കുറച്ചുപേരെ ചേർപ്പാനല്ല യേശു വരുന്നത്. അവൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അവൻ ഭൂമിയിലേക്ക് വന്നത് മാനവരാശിയെ തേടിയാണ്. അതിനൊരു അതിർവരമ്പ് നമ്മളാരും ഇടല് കേട്ടോ. അതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ് പലപ്പോഴും. ലോകരക്ഷിതാവായ യേശുവിനെ പരിചയപ്പെടുത്തിയിട്ട് യവനന്മാർ കയറി വന്നപ്പോ അതേ അതേ ഒരതേയും പറയരുത്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സഹോദര, നിങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങളുടെ ചർച്ചിൽ വന്നതിനായി സ്തോത്രം. ഇത് നിത്യജീവന്റെ ഓഹരിക്കാരായി സഹോദര നിങ്ങൾ മാറി. ഞങ്ങളുടെ കൂട്ടായ്മയുടെ വലങ്കരം ഞങ്ങൾ നീട്ടുന്നു. നിങ്ങളും ഞങ്ങളും ഒരുമിച്ച്, യഹൂദനും യവനനുമെന്നില്ല, ദാസനും യജമാനനുമെന്നില്ല, സ്ത്രീയും പുരുഷനുമെന്നില്ല, എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന സുവിശേഷത്തിനായി സ്തോത്രം. ഈ ലോകത്തിൽ എവിടെ ചെന്നാലും വേർതിരിവ് കാണാം കേട്ടോ. ക്ലബിൽ ചെന്നാൽ കാണാം, മോളിൽ ചെന്നാൽ കാണാം, ആശുപത്രി ചെന്നാൽ കാണാം, എല്ലായിടവും വേർതിരിവുണ്ട്. വേർതിരിവ് ഇല്ലാതിരിക്കേണ്ട ഒരേ ഒരു സഭ, സ്ഥലം സഭയാണ്. സഭയിൽ വരുമ്പോ അവരെ വേർതിരിവ് കാണരുത്. കാരണം എന്താ? എഫെസ്യർ 2:14 എഴുതിയിട്ടുണ്ട്, യേശു തന്റെ രക്തത്താൽ തന്റെ ശരീരത്തിലൂടെ ഈ മതിലുകളെല്ലാം ഇടിച്ചത്. നമ്മൾ പൊക്കി വച്ചിരിക്കുന്ന മതിലുകളെല്ലാം ഇടിച്ചാളാണ് യേശു. ഇടിച്ചതിനെ പിന്നെയും പണിയാതെ നമുക്കിന്ന് രാത്രി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവമേ, ഒരു സമൂഹമായി ഞങ്ങളെ പണിയണമേ. അങ്ങ് കണ്ടവരെല്ലാം ഞങ്ങളുടെ സഭയിൽ വരണമേ. ഈ ദേശത്തെ അങ്ങ് രക്ഷിക്കണമേ. സത്യ വെളിച്ചം ഇവിടെ പ്രകാശിക്കണമേ. ജീവന്റെ അപ്പത്തെ ഭക്ഷിപ്പാനായി ഒരു കൂട്ടം ആൾക്കാരെ ദൈവം വേർതിരിക്കണമേ. പ്രത്യാശയുള്ള എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരിക്കുക. അതാത് സ്ഥാനങ്ങൾ. ഈ പ്രത്യാശയുടെ ഗാനം ചേർന്ന് പാടുമ്പോ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്നും പാടണം. യേശു ആരാണെന്ന് മനസ്സിലാക്കിയൊന്ന് പാടണം കേട്ടോ. യേശു കൃപയും സത്യവും നിറഞ്ഞവനായി കാണപ്പെട്ടു. യേശു ജീവന്റെ അപ്പമാണ്. യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. യേശു വാതിലാണ്. യേശു നല്ല ഇടയനാണ്. യേശു പുനരുത്ഥാനവും ജീവനുമാണ്. യേശു വഴിയും സത്യവും ജീവനുമാണ്. യേശു സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. ഈ യേശുവിനെ പരിചയപ്പെടുവാൻ, വിശ്വസിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അവസരത്തിനായി നമ്മുടെ കരങ്ങളെ അടിച്ചൊന്ന് സ്തോത്രം ചെയ്യാം.